നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കാൻ കാത്തിരുന്നവർക്ക് ഇക്കാലമത്രയും തടസ്സം നിന്ന മതേതര ചിന്തകൾക്കും ഭരണഘടനാ മൂല്യങ്ങൾക്കും പോറലേൽക്കുന്ന കാഴ്ചയിൽ ഇന്നത്തെ പ്രാണപ്രതിഷ്ഠയ്ക്ക് എത്ര പങ്കുണ്ട്? നിർമ്മാണം പൂർത്തിയാകാതിരുന്നിട്ടും ശങ്കരാചാര്യർ ഉൾപ്പെടെയുള്ളവർ സമയം ഇതല്ല എന്ന് ആവർത്തിച്ചിട്ടും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ മുഖ്യ കാർമ്മികത്വം വഹിച്ച് ഇന്ന് അയോധ്യയിലെ പുതിയ രാമക്ഷേത്രം തുറന്നു കൊടുക്കുന്നത് BJPയുടെ ഹിന്ദുത്വ രാഷ്ട്രീയ പരിപാടിയുടെ മുഖ്യ അജണ്ടയോ? RSS സംഘപരിവാർ സംഘങ്ങളുടെ വർഗീയ അജണ്ടയ്ക്ക് ഇന്ന് അയോധ്യയിൽ നരേന്ദ്രമോദിയിലൂടെ പൂർണ്ണ പ്രതിഷ്ഠ നേടുകയാണോ? ഇന്നു മുതൽ ഇന്ത്യ പുതിയതോ സഹസ്രാബ്ദങ്ങളുടെ പിന്നാമ്പുറത്തേക്ക് ത്രേതായുഗത്തിലോ? ബാബറി പള്ളി പൊളിച്ച കുറ്റകരമായ മൗനത്തിന് ഇന്ത്യൻ ഭരണകൂടം പ്രതിവിധി ചെയ്യുന്നത് ഇങ്ങനെയാണോ? തെരഞ്ഞെടുപ്പിലൂടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി അയോധ്യയിൽ അമ്പലം ഉദ്ഘാടനം ചെയ്യുന്നത് BJPയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ്റെ തന്നെ ഉദ്ഘാടനം പോലെയായോ? ഇന്ത്യൻ വോട്ടർമാരെ വിശ്വാസത്തിൻ്റെ പുകമറയ്ക്കുള്ളിലാക്കി അയോധ്യയിലൂടെ മതരാഷ്ട്രത്തിൻ്റെ ഉദ്ഘാടനം നടത്തിയോ ഇന്ന് BJP? സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കിൻ്റെ ഈ തകർച്ചയ്ക്ക് ആരൊക്കെയാണ് യഥാർത്ഥ ഉത്തരവാദികൾ? ഏറെക്കാലം രാജ്യം ഭരിച്ച കോൺഗ്രസ്സിന് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാകുമോ? ഇടതു പാർട്ടികൾ പറയുന്നത് എന്ത്? ഇന്ത്യയിലെ മുഖ്യധാര മാധ്യമങ്ങൾ RSSൻ്റെ പതാകവാഹകരായി ശേഷം കാലം രാമനാമം ജപിച്ച് കഴിയുന്നവരായി മാറുകയാണോ? രാമനെ രാഷ്ട്രീയമാക്കുന്ന പ്രധാന തന്ത്രിമാർ രാജ്യത്തെ ഇരുട്ടിലാക്കുന്നു. ന്യൂസ് ആൻഡ് ന്യൂസ് പരിശോധിക്കുന്നു. രാജ്യം യോഗി ആദിത്യനാഥ് ഇന്ന് വിശേഷിപ്പിച്ചതുപോലെ ത്രേതായുഗത്തിലേക്ക് തിരിച്ചുപോയോ? ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നവർ: CPIM നേതാവ് ജേക്ക് സി തോമസ്, കോൺഗ്രസ് വക്താവ് നിജേഷ് അരവിന്ദ്, BJP വക്താവ് അഡ്വക്കേറ്റ് BG വിഷ്ണു, ദി ടെലഗ്രാഫിൻ്റെ എഡിറ്റർ അറ്റ് ലാർജ് R രാജഗോപാൽ എന്നിവർ. ഏറ്റവും ആദ്യം ശ്രീ R രാജഗോപാലിൽ നിന്ന് തന്നെ തുടങ്ങുന്നു. ശ്രീ രാജഗോപാൽ, യോഗി ആദിത്യനാഥ് അറിഞ്ഞോ അറിയാതെയോ ഇന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ത്രേതായുഗത്തിലേക്ക് പോയതുപോലെ എന്ന്. തീർച്ചയായും ഇതൊരു പുതിയ യുഗത്തിലേക്ക് പോയതുപോലെ തന്നെയുണ്ട്. ഇന്ന് രാവിലേക്ക് ശേഷം ഇന്ത്യ മാറി എന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? യുഗമാണ് ക്ഷേത്രയുഗം എന്നൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. അതിനെക്കുറിച്ച് അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. തീർച്ചയായിട്ടും പ്രാകൃതമായ യുഗത്തിലേക്ക് തന്നെയാണ് പോയത്. അത് പുതിയത് പ്രാകൃതം ഒരു പുതിയ കുപ്പിയിലടച്ചാൽ അത് പുതിയതാകുമോ എന്ന് എനിക്കറിയില്ല. പ്രാകൃതമായ ഒരു യുഗത്തിലേക്കാണ്. പ്രധാന കാരണം രാമക്ഷേത്രമായിട്ട് വന്നതിലല്ല. അതൊരു പ്രശ്നമാണെങ്കിൽ പോലും പ്രധാനമന്ത്രി അവിടെ പോയി ഇന്നോട്ട് ഇനി പ്രധാനമന്ത്രിയാണെന്ന് വിളിച്ചാൽ ഇനി കേസുണ്ടാകുമോ? അത് അദ്ദേഹത്തെ നമ്മൾ പ്രധാന പുരോഹിതൻ എന്ന് വിളിക്കണമോ എന്നൊരു ഞാൻ സത്യമായിട്ട് പറയുന്നത് ഐ ഹാവ് എ സീരിയസ് ഡൗട്ട്. വാട്ട് ഷുഡ് വി കോൾ ഹിം നൗ? ഈസ് ഹി ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഓർ ഈസ് ഹി ദ പ്രൈം പ്രീസ്റ്റ് ഓഫ് ഇന്ത്യ എന്നുള്ള പ്രധാന പുരോഹിതനാണോ എന്നൊരു ചോദ്യം ഉണ്ട്. രണ്ടാമത്തെ ഏറ്റവും അതിലും ഭയാനകമായ ഭീകരമായ ചോദ്യം, അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്ന ആരാണ്? അതിന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇരുന്ന ആൾ ആരാണ്? ആ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്നത് അദ്ദേഹമാണോ? അവിടുത്തെ പ്രധാന മേസ്ത്രിയാണോ? ആർക്കിടെക്റ്റാണോ? മറ്റൊരു പൂജാരിയാണോ? അത് കണ്ടിട്ട് മോഹൻ ഭഗവത്തിൻ്റെ മുഖം പോലെ തോന്നിയത്. അദ്ദേഹത്തിന് എന്താണ് അവിടെ കാര്യം? ഇത് പ്രധാനമന്ത്രി ഉത്തരം പറയേണ്ടതാണ്. പ്രധാനമന്ത്രി ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഉത്തരം പറയിപ്പിക്കാനും കഴിവുള്ള സുപ്രീം കോർട്ടോ അതേ ചീഫ് ജസ്റ്റിസോ അത് ചോദിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. കാര്യം അതിൽ കുറച്ച് ദിവസം മുമ്പ് ചീഫ് ജസ്റ്റിസ് തന്നെ പറഞ്ഞു ക്ഷേത്രങ്ങൾക്കുള്ള പങ്ക്, ധ്വജത്തിനുള്ള പങ്ക്, ഇതെല്ലാം. അപ്പോൾ ഇതിങ്ങനെ ഒരു പറയുന്ന ഇതിൽ ഇന്ന് പ്രധാനമായി സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ രാഷ്ട്രവും നമ്മുടെ സ്റ്റേറ്റ്, അതായത് ഭരണകൂടവും മതവും തമ്മിലുള്ള വളരെ വളരെ ഇടിഞ്ഞുകൊണ്ടിരുന്ന ഒരു മതിൽ, അതിൻ്റെ അവസാനത്തെ ഡിമോളിഷൻ ആണിന്ന് സംഭവിച്ചത്. അപ്പോൾ ഏറ്റവും ഹിന്ദു രാഷ്ട്രമാകുന്നു ആയോ ഇല്ലയോ എന്നുള്ള എന്നെ സംബന്ധിച്ചോളം ഇന്ത്യ വളരെ മുമ്പ് തന്നെ മുഹമ്മദ് അഖ്ലഖിൻ്റെ വീട്ടിൽ കയറി അദ്ദേഹം ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ തച്ചു കൊന്നതിന് അന്ന് തന്നെ ഹിന്ദു രാഷ്ട്രമായി കഴിഞ്ഞിരുന്നു. കാര്യം അത് നടന്നിട്ട് ശേഷം ആ ജയിലിൽ മരിച്ച ഒരു അക്യൂസ്ഡ് ഒരു പ്രതിയായ മനുഷ്യൻ മരിച്ചപ്പോൾ അദ്ദേഹത്തെ പുതഞ്ഞ് നമ്മുടെ ദേശീയ പതാകയിലാണ്. അപ്പോൾ അന്ന് തന്നെ ഹിന്ദു രാഷ്ട്രം എന്ന് പറഞ്ഞാൽ ചുവടുവയ്പ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചിലപ്പോൾ അവസാനത്തെ ചുവടുവയ്പ്പിലെ ഏറ്റവും പ്രധാനമായ
പ്രാകൃതമായ ഒരു ചുവടുവയ്പ്പായിരിക്കും ഇന്ന് നടന്ന് എന്ന് ഞാൻ കരുതുന്നു. അപ്പം പുതിയത് എന്ന് പറഞ്ഞ് അതിനെ ഒന്ന് നോർമലൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ഗ്ലോറിഫൈ ചെയ്യാനോ ഞാൻ തയ്യാറല്ല. അത് പ്രാകൃതമായ ഒരു ഇത്, അത് പാർലമെൻറ്റ് തുറന്നപ്പോൾ കണ്ട് നമ്മൾ പിന്നോട്ട് പോയി അതിൽ നിന്ന് കുറച്ചും കൂടി പിന്നോട്ട് പോകുക എന്നുള്ളത്, കുറച്ചും കൂടി അല്ല വളരെയധികം പിന്നോട്ട് പോകുക എന്ന് ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ വിശ്വസിക്കുന്ന, എത്തിക്സിൽ വിശ്വസിക്കുന്ന, മൊറാലിറ്റിയിൽ വിശ്വസിക്കുന്ന ഒരു റിപ്പബ്ലിക്കിന് സംഭവിച്ച ഒരു വളരെ വലിയൊരു അപജയം തന്നെയാണ് നടന്നതെന്ന് ഞാൻ കരുതുന്നു. ശ്രീ ആർ രാജഗോപാൽ, ഒരു ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ ഞാൻ താങ്കളോട് ചോദിക്കുകയാണ്. അതായത് ഇപ്പോൾ ഇങ്ങനൊരു അവസ്ഥയിലേക്ക് എത്തി, ഇത് പ്രാകൃതമായ ഒരു യുഗം തന്നെയാണെന്ന് അങ്ങ് വിശേഷിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ് രാജ്യം എത്തി നിൽക്കുന്നത്. പക്ഷേ ഇത് BJP, ഹിന്ദുത്വ സംഘപരിവാർവാദികൾ ഒക്കെ പെട്ടെന്ന് അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നു എന്ന് പറയാനാകില്ലല്ലോ. ഇതിനൊരു കൃത്യമായ ഉത്തരവാദികൾ എന്ന് ആരെയൊക്കെ താങ്കൾ ഒന്ന് എണ്ണി പെട്ടെന്ന് പറയും? തീർച്ചയായിട്ടും കോൺഗ്രസ് ഭരിച്ചതുകൊണ്ട് കോൺഗ്രസിന് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, എന്നെ പോലുള്ള മാധ്യമപ്രവർത്തകർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, എല്ലാ പാർട്ടികൾക്കും, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു പ്രശ്നമുണ്ട്. കാര്യം ഇതിനെ സംഭവിച്ചത്, നമ്മൾ ഒരു റിപ്പബ്ലിക്കായി നമ്മളെ പ്രഖ്യാപിച്ച ശേഷം നമ്മുടെ കൂടെ ഏകദേശം ഇന്ന് 200 മില്യൺ എന്ന് പറയുന്ന 20 കോടിയിലധികം ഒരു ജനവിഭാഗം നമ്മളെ വിശ്വസിച്ച്, നമ്മുടെ റിപ്പബ്ലിക്കിനെ വിശ്വസിച്ച്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ വിശ്വസിച്ച് നമ്മുടെ കൂടെ നിന്നവരെ നമ്മൾ ഒരിക്കലും ഒരു കൈത്താങ്ങായിട്ടില്ല. അതുമാത്രമല്ല, ഒരു ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഒരു റിക്കൺസിലിയേഷൻ ഉണ്ടാക്കാനോ അവർ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കാനോ നമ്മൾ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല എന്നൊരു സത്യവും അതൊരു പ്രത്യേക ഒരു പാർട്ടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു ജനവിഭാഗത്തിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ എല്ലാവരും അതിൽ അപരാധികളാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശ്രീ നിജേഷ് അരവിന്ദ്, ഇക്കാര്യത്തിൽ എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട് ഇന്ന് ഇന്നത്തെ ദിവസം ഇന്ത്യക്ക് വന്നിരിക്കുന്ന മാറ്റത്തിന് എന്ന് ശ്രീ ആർ രാജഗോപാൽ ഇപ്പോൾ ഇവിടെ ചൂണ്ടിക്കാട്ടുകയാണ്. അതിൽ കോൺഗ്രസിൻ്റെ പങ്കാണ് ഞാൻ താങ്കളോട് അന്വേഷിക്കുന്നത്. കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്വം എല്ലാവരും പറയുന്നുണ്ട്. കാരണം ഏറെക്കാലം രാജ്യം ഭരിച്ചൊരു പാർട്ടി എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്, കോൺഗ്രസിന് ആ ഉത്തരവാദിത്വം ഉണ്ടാകാൻ. പക്ഷെ അത് മാത്രമല്ല, പലപ്പോഴും കോൺഗ്രസ്സിന് ചെയ്യാമായിരുന്ന കാര്യങ്ങൾ ചെയ്യാതെ കുറ്റകരമായ ചില നടപടികളിലേക്ക് കോൺഗ്രസ് പോയി എന്നതിന് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഈ ബാബറിയുമായി ബന്ധപ്പെട്ടുണ്ടായ തുടങ്ങിയ വിവാദങ്ങൾ മുതൽ ഇങ്ങോട്ടുണ്ട് കഥകൾ പറയാൻ. നെഹ്റുവിൻ്റെ കാലം മുതൽ, നെഹ്റു വിചാരിച്ചിട്ടും നടക്കാതെ പോയ കോൺഗ്രസ്സിലെ മറ്റുള്ളവർ കാണിച്ച തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച്, വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് അവർ കളിച്ച കളികൾ, പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ രാജീവ് ഗാന്ധിയുടെ കാലത്തെ കഥകൾ, നരസിംഹറാവുവിലൂടെ അതിനൊരു പൂർത്തീകരണത്തിലേക്ക് എത്തുന്നത്, ഇതൊക്കെയാണ് ഇന്ന് നരേന്ദ്രമോദി മുഖ്യ പുരോഹിതൻ ആയി മാറി രാമക്ഷേത്രം തുറക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്നാണ്. കോൺഗ്രസ്സിന് എന്ത് മറുപടിയുണ്ട് ഇക്കാര്യത്തിൽ? ഏത് വിഷയം വരുമ്പോഴും ദീർഘകാലം ഇന്ത്യ ഭരിച്ചിരുന്നു കോൺഗ്രസ്, അതുകൊണ്ട് കോൺഗ്രസ്സിന് ഇതിൽ ഉത്തരവാദിത്തമുണ്ട് എന്ന് പറഞ്ഞ് കോൺഗ്രസിൻ്റെ മേൽ എന്തെങ്കിലും കെട്ടിവെക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അവർക്ക് അതിൽ സന്തോഷം കിട്ടുമെങ്കിൽ കെട്ടിവെച്ചോട്ടെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടന ഇന്ത്യയുടെ മതനിരപേക്ഷതയിലെടുത്ത നിലപാടുകൾ, ഇന്ത്യ വിഭജനകാലത്ത് അങ്ങേയറ്റം പ്രശ്നവും പ്രയാസവും വന്ന കാലത്ത് ഈ രാജ്യം, ഇപ്പുറത്തെ രാജ്യം ഹിന്ദുവിൻ്റേതാണ് എന്ന നെറേറ്റീവ് ഉണ്ടാക്കി ഇങ്ങേയറ്റത്തുള്ള മുസ്ലിമിനോടൊക്കെ അങ്ങോട്ട് പോകാനും അങ്ങ് ലാഹോർ ഭാഗത്തുള്ള ഹിന്ദുവിനോട് ഇങ്ങോട്ട് വരാനും ഒക്കെ പറഞ്ഞ കാലത്ത് കോൺഗ്രസ് എടുത്ത ഒരു നിലപാട്, ഈ രാജ്യം വിഭജിക്കപ്പെട്ടു എന്നുള്ളത് ശരിയാണ്, അപ്പുറത്തെ രാജ്യം സഹോദര രാജ്യമാണ്, ഈ രാജ്യം ഹിന്ദുവിൻ്റേതല്ല, മുസൽമാൻ്റേതല്ല, ക്രിസ്ത്യാനിയുടേതല്ല, പാഴ്സിയുടേതല്ല, ഈ രാജ്യം ഇവിടെ ജനിച്ചു വീഴുന്ന ഓരോരുത്തൻ്റേതുമാണ് എന്ന സ്റ്റാൻഡാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എടുത്തത്. അതിനുശേഷം ജനാധിപത്യ പ്രക്രിയയ്ക്ക് വേണ്ടി കോൺഗ്രസ് എടുത്ത നിലപാടുകൾ, മതനിരപേക്ഷതയ്ക്ക് വേണ്ടി കോൺഗ്രസ് എടുത്ത നിലപാടുകൾ, ഭരണഘടനയ്ക്ക് വേണ്ടി കോൺഗ്രസ് എടുത്ത നിലപാടുകൾ, നമ്മൾക്കറിയാം. ഗാന്ധിയോടും നെഹ്റുവിനോടും കോൺഗ്രസിനോടും തന്നെ എതിരഭിപ്രായമുണ്ടായിരുന്ന, വ്യത്യസ്ത അഭിപ്രായമുണ്ടായിരുന്ന ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനാ സമിതിയുടെ ചെയർമാനായി വരുന്നു. എന്തുകൊണ്ട്? കാരണം പാർശ്വവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ പുഴുക്കളെപ്പോലെ കരുതിയിരുന്ന ഒരു ജനതയുടെ, ആ ജനതയിൽ നിന്ന് പഠിച്ച് ഉയർന്നു വന്ന ഒരാൾ ഇന്ത്യയുടെ ഭരണഘടനാ സമിതിയുടെ അധ്യക്ഷനാകുമ്പോൾ പാർശ്വവൽക്കരിക്കപ്പെട്ടവൻ്റെ നീതി കൂടി നടപ്പിലാക്കും എന്ന വിശ്വാസത്തിലാണ്. അങ്ങനെ ഒരു ദീർഘകാലത്തെ പ്രോസസ്സിലൂടെ ഇന്ത്യയുടെ ഒരു മതേതരത്വവും ജനാധിപത്യവും ഒക്കെ സംരക്ഷിച്ച് മുന്നോട്ട് പോകുമ്പോൾ പുറത്ത് ഈ ശക്തികൾ അന്നുമുണ്ടായിരുന്നു. ഗാന്ധിയെ കൊന്ന ഗോഡ്സെയും ആപ്തയും മദൻലാലും അവരുടെ പൊളിറ്റിക്സും ഇവിടെ ഉണ്ടായിരുന്നു. അവരുടെ ചിതാഭസ്മം ഇന്നും ഇന്ത്യ ഒരു ഹിന്ദു രാജ്യമായതിനു ശേഷം വേണ്ടി മാത്രം നിമഞ്ജനം ചെയ്യാൻ എടുത്തു വെക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾക്കറിയാം. RSS എത്രയോ കാലമായി ഒരു ഹിന്ദുത്വ രാഷ്ട്ര നിലപാടുമായിട്ടുണ്ടായിരുന്നു. ഗാന്ധിയെ കൊല്ലുന്നത് മറ്റൊന്നിനുമല്ല, ഗാന്ധിയെ കൊന്നത് എന്തിനാണ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പാകിസ്ഥാന് പണം കൊടുക്കാൻ ആവശ്യപ്പെട്ടതിൻ്റെ പേരിലാണ് എന്ന് പറഞ്ഞു. നമ്മൾക്കറിയാം
പുരി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ഊരിപ്പിടിച്ച വാളുമായി അന്ന് ദളിതന് അമ്പലത്തിനകത്ത് പ്രവേശനം കൊടുത്തപ്പോൾ കൊല്ലാൻ ശ്രമിച്ച അതേ ഗോഡ്സെ, RSSകാരനായ ഗോഡ്സെ തന്നെയാണ് കാലങ്ങൾക്ക് ശേഷം 10-20 കൊല്ലത്തിന് ശേഷം ഗാന്ധിയെ കൊല്ലുന്നത്. അപ്പോൾ അന്നും ഗാന്ധിയെ ഇല്ലാതാക്കാൻ ശ്രമിച്ച RSS അല്ലെങ്കിൽ ഹിന്ദുത്വ ശക്തികൾ ഇന്നും നിലനിൽക്കുന്നു. കാലത്തിൻ്റെ പോക്കിൽ നമ്മൾക്കറിയാം, അവർക്ക് എവിടെയൊക്കെയാണോ അവർക്ക് പിടിച്ചു കയറാൻ പറ്റുക അവിടെയൊക്കെ അവർ പിടിച്ചു കയറി. അല്ല, അവർക്ക് ഓരോ കാലഘട്ടത്തിലും ഊർജം പകർന്നത് ആരാണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ അന്വേഷണം. അങ്ങ് പറയുന്നതിൽ ചരിത്രപരമായി നമുക്ക് വലിയ രീതിയിൽ ഡീറ്റെയിൽഡ് ആയ അക്കാദമിക് ചർച്ചകൾക്ക് സാധ്യതയുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമുക്ക് അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് പെട്ടെന്ന് ചില പോയിന്റുകളിലൂടെ ഒന്ന് കടന്നു പോകേണ്ടതുണ്ട്. അവിടെയാണ് ഞാൻ ചില നാഴികക്കല്ലുകൾ പറഞ്ഞത്. എന്താണ് രാജീവ് ഗാന്ധി ചെയ്ത തെറ്റ്, എന്താണ് നരസിംഹറാവു ചെയ്ത തെറ്റ്, ആ തെറ്റ് ഏറ്റുപറഞ്ഞുകൊണ്ട് വീണ്ടും ജനങ്ങൾക്ക് മുമ്പിലേക്ക് പോകേണ്ട കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇന്ന് രാവിലെ സംഭവിച്ചത്? രാഹുൽ ഗാന്ധി എന്ത് ഇമേജാണ് രാജ്യത്തെ ജനങ്ങൾക്ക് മുമ്പിൽ വച്ചിരിക്കുന്നത്? ഈ പ്രധാനമന്ത്രി ഒരു അമ്പലം ഉദ്ഘാടനം ചെയ്യുമ്പോൾ രാഹുൽ ഗാന്ധി എന്ന അദ്ദേഹത്തെ വിമർശിക്കുന്ന എതിർ പാർട്ടിയുടെ നായകൻ എന്താണ് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്? വീണ്ടും അമ്പലത്തിനുള്ളിലേക്ക് പോയി അവിടെ ഞാനാണ് ആദ്യം എത്തിയത് എന്ന് കാണിക്കാനോ? അല്ല, നമ്മളെടുത്ത സ്റ്റാൻഡ് വിശ്വാസികൾക്ക് വിശ്വാസികളുടെ വഴിയെ പോകാം. അത് രാഹുൽ ഗാന്ധി ആവട്ടെ ആരോ ആവട്ടെ, എനിക്ക് വിശ്വാസമുണ്ട്, എനിക്ക് അമ്പലത്തിൽ പോവാം, പള്ളിയിൽ പോവാം, ചർച്ചിൽ പോകാം. വിശ്വാസമില്ല, ഇത് വളരെ കൃത്യമായ സ്റ്റാൻഡാണ്. ആ സ്റ്റാൻഡ് ആർക്കും എടുക്കാവുന്നതേ ഉള്ളൂ. അമ്പലം മുഴുവൻ RSSകാരൻ്റേതാണ് അല്ലെങ്കിൽ BJPക്കാരൻ്റേതാണ്, അവിടെ പോവാൻ പാടില്ല എന്നൊരു സ്റ്റാൻഡ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ഇല്ല. പള്ളികൾ മുഴുവൻ ഇന്ന ആളുകൾക്കുള്ളതാണ്, ചർച്ച് മുഴുവൻ ഇന്ന ആളുകൾക്കുള്ളത് എന്നല്ല. ഒരു മനുഷ്യൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് അവന് ഏത് ആരാധനാലയത്തിൽ വേണമെങ്കിൽ പോവാം, പോവാതിരിക്കാം. അതാണ് അയോധ്യയെക്കുറിച്ചുമുള്ള രാഹുൽ ഗാന്ധി നേരത്തെ കോൺഗ്രസിന്റെ സമീപനം. അവിടെയും എല്ലാവർക്കും പോവാം, അത് അയോധ്യ, അതുകൊണ്ട് ഇപ്പോൾ ഹിന്ദുക്കൾ അവിടെ അമ്പലം പണിതു. അങ്ങനെ വളരെ ലാഘവത്തോടു കൂടിയാണ് കാണുന്നത് കോൺഗ്രസ്. അല്ല അങ്ങനെ ആ ഒരു കാര്യത്തിൽ ഞാൻ അങ്ങനെ ഒരു സ്റ്റാൻഡ് പറഞ്ഞിട്ടില്ല. നമ്മൾക്കറിയാം, സുപ്രീം കോടതി വിധി, ആ സുപ്രീം കോടതി വിധിയിൽ തന്നെ ഇത് ചെയ്തത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട്, ബാബറി മസ്ജിദ് പൊളിച്ച് എറിഞ്ഞത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരുപക്ഷെ അത്ഭുതകരമായ, നാളെയുടെ ചരിത്രം രേഖപ്പെടുത്തുന്ന അത്ഭുതകരമായ വിധി, അതേ സ്ഥലത്ത് അമ്പലം പണിയാൻ വേണ്ടിയുള്ള ഒരവസരം അവർക്ക് കൊടുക്കുക, തൊട്ട് കുറച്ചകലെ പള്ളി പണിയാനുള്ള ഒരു അവസരം കൊടുക്കുക, ആ വിധിയോട് തന്നെ വിയോജിപ്പുണ്ട്. പക്ഷേ സുപ്രീം കോടതി വിധിയോട് യോജിക്കേണ്ട ഒരു സാഹചര്യം ഭരണഘടനയുടെ കീഴിലുള്ളത് കൊണ്ട് നമുക്ക് യോജിക്കേണ്ട സാഹചര്യം ഉണ്ടായി. നമ്മൾക്കൊക്കെ അറിയാം ആ വിധി 100% ശരിയല്ലാത്ത വിധിയാണ് എന്നാണ് വ്യക്തിപരമായിട്ടും. ഞാൻ ഒന്നുകൂടി ഇടപെടുന്നത്, ഇന്ന് നമുക്ക് ആ വിധിയുടെ വിശദാംശങ്ങളിലേക്ക് പോകാനുള്ള സമയമല്ല. ഇന്ന് നടന്നത് എന്താണ് എന്നാണ്. ഇന്നവിടെ അയോധ്യയിൽ അമ്പലം പണിതു, അതിനുശേഷം അവിടെ പ്രാണപ്രതിഷ്ഠ നടന്നിരിക്കുന്നു. അതിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്. ആ പ്രധാനമന്ത്രിയെയും ആ പാർട്ടിയെയും അവരുടെ ഒപ്പമുള്ളവരെയും ഒക്കെ ഒന്ന് സിംബോളിക്കായി എതിർക്കുകയെങ്കിലും ചെയ്യേണ്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മാധ്യമങ്ങളും ഒക്കെ അവരുടെ നിലപാട് അറിയിക്കുന്നത് എങ്ങനെയാണ് എന്നാണ് അന്വേഷിക്കുന്നത്. കോൺഗ്രസ് ഇന്ന് ചെയ്തത് എന്താണ്? അല്ല, കോൺഗ്രസ് വളരെ നേരത്തെ പറഞ്ഞല്ലോ, അയോധ്യയിലേക്ക് ഞങ്ങളില്ല. കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ ക്ഷണിച്ചിരുന്നു, പക്ഷേ ഞങ്ങളില്ല. അത് BJPയുടെ RSSൻ്റെ ഒരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ചടങ്ങാണ്. ആ ചടങ്ങിനില്ല. അത് ക്ലിയർ സ്റ്റാൻഡ് എടുത്തു. അതിനു മുമ്പുള്ള പല ചർച്ചകളുണ്ടായിരുന്നു, കോൺഗ്രസ് പോകുമോ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞ്. കോൺഗ്രസ് ആ സ്റ്റാൻഡ് പ്രഖ്യാപിച്ചു. ആ സ്റ്റാൻഡിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അവിടെ പോവേണ്ടതില്ല എന്നുള്ളതാണ്. എന്നാൽ നാളെ ഏതെങ്കിലും ഒരാൾ അയോധ്യയിലേക്ക് പോകുമ്പോൾ വേണ്ട എന്ന് പറയാൻ ഞങ്ങളില്ല. ഹിമാചൽ പ്രദേശ് ഇന്ന് അവിടെ എടുത്ത നിലപാട് എന്താണ്? അവർക്ക് കൊടുത്ത അവധിയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇന്ന് രാഹുൽ ഗാന്ധി അമ്പലത്തിലേക്ക് പോയതും അതൊന്നും അദ്ദേഹത്തിന്റെ അവകാശമാണ്. അതൊന്നും ഞാൻ അതിനകത്തൊന്നും കുറ്റപ്പെടുത്തില്ല. അങ്ങ് പറഞ്ഞ പോലെ ഓരോരുത്തരുടെ വിശ്വാസമാണ്. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കോൺഗ്രസിന്റെ നായകൻ എന്നുള്ള നിലയ്ക്ക് ഇന്നത്തെ ദിവസം ആ അഭിജിത്ത് മുഹൂർത്തത്തിൽ രാഹുൽ ഗാന്ധിയും എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അല്ലേ? അല്ല, ഞാൻ ലളിതമായി ചോദിക്കട്ടെ. അങ്ങ് ദൂരെ ആസാമിലെ രാഹുൽ ഗാന്ധിയുടെ യാത്ര തടയാൻ ശ്രമിച്ച BJP നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഹിമന്ത് ബിശ്വ ശർമ്മ, അവിടെ രാഹുൽ ഗാന്ധി നേരത്തെ നിശ്ചയിച്ച പ്രകാരം ഞാൻ ഇന്ന് ആ അമ്പലത്തിൽ പോകും. കാരണം അമ്പലം
RSSകാരൻ്റേതല്ല, BJPക്കാരൻ്റേതല്ല, നാടകം കാണിക്കുന്ന മോദിയുടേതല്ല, ഭാഗവതിൻ്റേതല്ല എന്ന് പറഞ്ഞ് ഞാനും അമ്പലത്തിൽ പോകും, എനിക്ക് പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുമ്പോൾ ഗാന്ധി ഹേ റാം എന്ന് പറഞ്ഞുകൊണ്ടാണ് മരണപ്പെട്ടു വീഴുന്നത്. അദ്ദേഹത്തിൻ്റെ രാമരാജ്യം, ആ രാമരാജ്യമാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. മൗലാന അബ്ദുൽ കലാം ആസാദ് പള്ളിയിൽ പോയിരുന്ന നല്ല വിശ്വാസിയായ മുസൽമാനായിരുന്നു. ഇതൊക്കെ ഈ രാജ്യത്ത് സംഭവിച്ചതാണ്. അതുകൊണ്ട് അത് വല്ലാതെ ഫോക്കസ് ചെയ്യുന്നത് ശരിയാണോ എന്ന്, എന്തെങ്കിലും ഒരു ചെറിയ ലാഭത്തിന് വേണ്ടി ചെയ്യുന്നത് ശരിയാണോ എന്ന് നമ്മൾ പരിശോധിക്കുക. ശരി, ആരാണ് ലാഭത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് തന്നെയാണ് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു രാഷ്ട്രീയ തോമസ്, അയോധ്യയിൽ ഇന്ന് നടന്നത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വീണ്ടും പറയുന്നില്ല. പക്ഷേ രണ്ട് ഭാഗങ്ങളുണ്ട് എൻ്റെ ചോദ്യത്തിന്. ഒന്ന്, ഇന്ന് രാജ്യത്തെ സർക്കാർ എന്താണ് അയോധ്യയിലൂടെ നമുക്ക് തന്നിരിക്കുന്ന സന്ദേശം, അതാണ്. രണ്ടാമത്, ഞാനിപ്പോൾ കോൺഗ്രസിനോട് ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യങ്ങളോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണ് എന്നാണ്. അങ്ങയുടെ ചോദ്യം കൂടെ ആവർത്തിക്കൂ. ഞാൻ ഭാഗികമായിട്ടാണ് അങ്ങയുടെ ചോദ്യം. ഇന്നത്തെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ കണ്ടല്ലോ. രാജ്യത്തിൻ്റെ ചടങ്ങായി രാജ്യത്തിൻ്റെ സർക്കാരിനെ നയിക്കുന്ന പ്രധാനമന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ഒരു പരിപാടിയായിരുന്നു അത്. അതിനെ എങ്ങനെ കാണുന്നു? ഇപ്പോൾ അതിനോട് പ്രതികരിച്ചുകൊണ്ട് കോൺഗ്രസ് പറഞ്ഞ വാചകങ്ങൾ താങ്കൾ ചർച്ചയിലേക്ക് വന്ന ശേഷമാണല്ലോ, താങ്കൾ കേട്ട് കാണുമല്ലോ. അതിനുള്ള മറുപടി എന്താണ്? തീർച്ചയായിട്ടും ഇന്നത്തെ ചടങ്ങുകൾ, ആ ചടങ്ങിനോടുള്ള സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ ആഖ്യാതാക്കൾ സ്വീകരിച്ചിട്ടുള്ള പ്രതികരണങ്ങൾ ഒക്കെയും നമ്മളുടെ രാഷ്ട്രത്തിന്റെ ഭാവിയെ സംബന്ധിച്ച് ചിന്തിക്കുന്ന എല്ലാവരിലും ആശങ്കയുടെ ചോദ്യങ്ങളെ കരുത്തോടുകൂടി ഉയർത്താൻ പര്യാപ്തമായതാണ്. നമ്മളിൽപ്പെട്ട ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകർ എന്ന നിലയിൽ മാത്രമല്ല, നമ്മളുടെ നാട്ടിൽ മതനിരപേക്ഷ രാഷ്ട്രമായി ഇന്ത്യയെ തുടരണം, മതവിശ്വാസത്തിന്റെ പേരിൽ, എന്റെ വിശ്വാസത്തിന്റെ പേരിൽ മറ്റൊരു നിരപരാധിയുടെ രക്തവും വെള്ളവും ഈ മണ്ണിൽ വീഴാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന കോടാനുകൂടി വരുന്ന ഇന്ത്യക്കാർ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രതീക്ഷാനിർഭരമായ ആകാശങ്ങളിൽ ആശങ്ക സൃഷ്ടിക്കുന്നതാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നുമൊക്കെയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതിനോടുള്ള പ്രതികരണങ്ങൾ എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു മതവിശ്വാസത്തെ സംബന്ധിച്ചല്ല ഈ പ്രശ്നങ്ങളെ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഇത് യഥാർത്ഥത്തിൽ എല്ലാ വിശ്വാസികളുടെയും ഒരു വിശ്വാസത്തിൽ പെടാത്തവരുടെയും സാമൂഹ്യ പ്രശ്നമാണ് എന്ന നിലയിലാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. തൊട്ടു മുമ്പ് സംസാരിച്ച നമ്മളുടെ സഹപാനലിസ്റ്റ് മറ്റു പല കാര്യങ്ങളും ദാർശനികമായി അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ കാര്യങ്ങളൊന്നും പൂർണ്ണമായി വിയോജിപ്പോ അല്ലെങ്കിൽ അതൊന്നും അങ്ങനെ അല്ല എന്ന ഖണ്ഡിതമായ അഭിപ്രായമൊന്നും ഇവിടെ ഞങ്ങൾക്കില്ല. പക്ഷെ പ്രത്യേകത എന്താണ്? ഇന്ത്യ നേരിടുന്ന ഈ വെല്ലുവിളിയെ നമ്മൾ ചെറുതായി കാണാൻ പാടില്ല. അത് ഒരു CPIM പ്രശ്നം മാത്രമല്ല, അത് ഇന്ത്യയിലെ ഒരു ഇടതുപക്ഷ പ്രശ്നം മാത്രമല്ല, ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യന്മാരുടെയും പ്രശ്നമാണ്. ഇന്ത്യ എന്ന ആശയത്തിന് ഇത്രമേൽ വെല്ലുവിളി നേരിട്ടൊരു കാലം നമ്മൾ ആരുടെയും മുമ്പിലില്ല. ഈ രാഷ്ട്രം ബഹുസ്വര സമ്പൂർണമായിരുന്നു. ഇന്ത്യയുടെ പ്രത്യേകത തന്നെ വൈവിധ്യങ്ങളായിരുന്നു. അതുകൊണ്ടാണ് A.L. ഭാഷാം ഇന്ത്യയെ സംബന്ധിച്ച് പുസ്തകം എഴുതുമ്പോൾ പറയുന്നുണ്ടല്ലോ, ദ വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ. നമ്മളുടെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്ടുകൾക്ക് പുറകിൽ അത് മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്തു. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അതിന് നൽകിയ അർത്ഥപൂർണമായ വിവർത്തന തലവാചകം ഇന്ത്യ എന്ന വിസ്മയം എന്നുള്ളതാണ്. എല്ലാ നിലയിലും ലോകത്തിന് മുമ്പിൽ ഇന്ത്യ ഒരു വിസ്മയമായിരുന്നു. മതവിശ്വാസങ്ങളുടെ കാര്യത്തിൽ, സമുദായത്തിന്റെ കാര്യത്തിൽ, ഭാഷാ വേർതിരിവുകളുടെ കാര്യത്തിൽ, സാജാത്യ വൈജാത്യങ്ങളുടെ ഒരു നാടായിരുന്നു. പക്ഷെ പ്രത്യേകത എന്താണ്? സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും സമ്പൂർണ്ണ മതരാഷ്ട്രമാക്കി ഇന്ത്യയെ മാറ്റും എന്ന ചോദ്യത്തെ ബലപ്പെടുത്തുന്നതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ പൊതു അവധി ഇതിന്റെ ഭാഗമായി പ്രഖ്യാപിക്കുന്ന സ്ഥിതി ഉണ്ടാകുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, ഇന്ത്യയുടെ ഇന്നയോളമുള്ള ചരിത്രത്തിന്റെ ഏതെങ്കിലും ഒരു ദശാസന്ധിയിൽ അത്രമേൽ അപകടപൂർണമായ ഒരു ശ്രമം ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ നമ്മൾ കരുതും ഇത് RSSന്റെ നേതൃത്വത്തിൽ രാജ്യത്ത് നടപ്പിലാക്കുന്ന വർഗീയ പദ്ധതികളുടെ ഭാഗമാണല്ലോ. മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന എല്ലാവരും ഇതിനെ പ്രതിരോധിക്കേണ്ടതുണ്ട്, ഇതിനെ ചെറുത്തു തോൽപ്പിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ കരുതും. അപ്പോഴാണ് അവതാരകർ ഒരുപക്ഷെ ഇതിനോടകം ചർച്ച ചെയ്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ നമ്മുടെ ഫ്ലോർ ഇതിനോടകം ചർച്ച ചെയ്തിട്ടുണ്ടാകും. ഹിമാചൽ പ്രദേശ്, ആന്ധ്രയും അതോടൊപ്പം കർണാടകയും കഴിഞ്ഞാൽ കോൺഗ്രസ് അവശേഷിക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശിലെ മുഖ്യമന്ത്രി RSS ഭരണം നിയന്ത്രിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ പാതി ദിനമാണ് അവധിയാക്കിയതെങ്കിൽ RSSനെയും തോൽപ്പിക്കുന്ന വർഗീയതയോടുകൂടെ ഞങ്ങൾ പൂർണ്ണ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതായിരുന്നു ഹിമാചൽ പ്രദേശിൽ നിന്ന് കേട്ട ശബ്ദം. സ്വാഭാവികമായി നമ്മുടെ നാട്ടിൽ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന മുഴുവൻ ആളുകളെയും, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയെമ്പാടുമുള്ള മുഴുവൻ ആളുകളെയും ആ നടപടി വലിയൊരു ആശങ്കയിലേക്ക് നയിക്കുന്നുണ്ട്. കാരണം എന്താണ്? ആരിലാണ് പ്രതീക്ഷയർപ്പിക്കേണ്ടത്? ഇന്ത്യൻ മതനിരപേക്ഷതയ്ക്ക് പ്രതീക്ഷയർപ്പിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ ആശയധാരകളിൽ കോൺഗ്രസ് ഇല്ല എന്ന്
അടച്ചുറപ്പോടുകൂടെ പ്രഖ്യാപിക്കുന്നതിന്റെ തുടർ അനുഭവങ്ങളാണ് ഇപ്പോൾ ഈ പൂർണ്ണ അവധിയിലൂടെ തന്നെ നമ്മൾ കണ്ടത്. മധ്യപ്രദേശ് പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്നതിന് 24 മണിക്കൂർ മുമ്പ് ഇന്ത്യൻ എക്സ്പ്രസിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട അനുഭവം ഇന്ത്യൻ മതനിരപേക്ഷ രാഷ്ട്രീയത്തിനെ സംബന്ധിച്ച് ചിന്തിക്കുന്നവർക്ക് അത്ഭുതവും ആകസ്മികതയും ഉള്ളതായി മാറിയിരുന്നു. കാരണം എന്താണ്? അഭിനവ മുഖ്യമന്ത്രിയായി കോൺഗ്രസ് മധ്യപ്രദേശിൽ അവതരിപ്പിച്ച നേതാവാണെന്ന് പറഞ്ഞത് രാജീവ് ഓപ്പൺ ലോക്സ് ഫോർ ബാബറി, ലെറ്റ്സ് നോട്ട് ഫോർഗെറ്റ് ഹിസ്റ്ററി എന്നുള്ളത്. എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? പള്ളി പൊളിക്കാൻ താഴ് തുറന്നു നൽകിയത് ഞങ്ങളുടെ നേതാവായ രാജീവാണ്, നീയൊന്നും ആ ചരിത്രം മറക്കാൻ പാടില്ല എന്ന് പറയുകയാണ്. നമ്മൾ അത്ഭുതപ്പെട്ടു. പണ്ട് ഓൾ ഇന്ത്യ റേഡിയോ മാത്രമുള്ള കാലമായിരുന്നെങ്കിൽ ഇത് നിശ്ചയമായും ഒരു വർഗീയവാദിയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. കാരണം ഏത് ആരാധനാലയവും, അത് മോസ്കാവട്ടെ, പള്ളിയാവട്ടെ, ക്ഷേത്രമാവട്ടെ, ആരുടെ ആരാധനാലയവുമാകട്ടെ, ഒരാരാധനാലയത്തെ തകർക്കുക എന്ന് പറയുന്നത് ലക്ഷണമൊത്ത വർഗീയവാദിക്ക് മാത്രമേ, ഒരു തീവ്രവാദിക്ക് മാത്രമേ കഴിയുള്ളൂ. ആ തീവ്രവാദ അനുഭവത്തെ ഓർമ്മിച്ചെടുത്തുകൊണ്ട് ഇന്ത്യയിലെ കോൺഗ്രസ് നേതാവാണ് നമ്മൾ ഈ ചർച്ചയ്ക്കായി ഒത്തുചേരുന്നതിന് ആഴ്ചകൾക്ക് പുറകിൽ പറയുന്നത് ഇന്ത്യയിൽ പള്ളിയുടെ അടിത്തറ പൊളിക്കാൻ, താഴികക്കുടം തകർക്കാൻ താഴ് തുറന്നു നൽകിയത് ഞങ്ങളുടെ കോൺഗ്രസ് നേതാവായ രാജീവാണ്, നീയൊന്നും ആ ചരിത്രം മറക്കാൻ പാടില്ല എന്ന് പറയുകയാണ്. ക്ഷണം കിട്ടാത്തതിൽ വിലപിക്കുന്നു. ആര് ക്ഷണിച്ചാലും ഇല്ലെങ്കിലും അങ്ങോട്ടേക്ക് പോകുമെന്ന് മത്സരാടിസ്ഥാനത്തിൽ പ്രഖ്യാപിക്കുന്നു. അതോ ആരാധനാലയം തകർത്ത സ്ഥലത്ത് പണിതുയർത്തുന്ന മറ്റൊരു ആരാധനാലയത്തെ നിർമ്മിക്കാൻ വെള്ളി ഇഷ്ടിക കൊടുത്തയക്കുന്നു. അങ്ങോട്ടേക്ക് ആരാധനയോടുകൂടെ അതിന്റെ പിതൃത്വം അവകാശപ്പെടുന്നു. ഞങ്ങളാണ് പള്ളി പൊളിക്കാൻ യഥാർത്ഥത്തിൽ കാരണമായത്, ഞങ്ങളാണ് പള്ളി പൊളിക്കാൻ താഴികക്കുടം താഴെയിടാൻ ഞങ്ങളാണ് അടിത്തറയൊരുക്കിയത്, ഞങ്ങളാണ് അതിന് മേൽക്കൂര പണിതത് എന്നിത്യാദിയുള്ള അവകാശവാദങ്ങൾ ഇന്ത്യയിൽ സമീപത്ത് നടത്തുന്നത് കോൺഗ്രസ് നേതാക്കന്മാരാണ്. ഇന്നും അതിന്റെ തുടർച്ചയാണ് ഹിമാചൽ പ്രദേശിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരിടുന്ന വെല്ലുവിളിയുടെ ആഴവും പരപ്പും കാണാതെയാണ് നിർഭാഗ്യവശാൽ ഇത്തരം ആളുകൾ രാഷ്ട്രീയത്തെ വിശകലനം ചെയ്യുന്നത്. വർഗീയതയ്ക്ക് മുമ്പിൽ മറ്റൊരു വർഗീയത ഉയർത്തുക എന്നുള്ളതല്ല ഇന്ത്യ കാണുന്ന പ്രതീക്ഷാനിർഭരമായ ഒരു കാര്യം. വർഗീയതയ്ക്ക് മുമ്പിൽ മതനിരപേക്ഷ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ്, സെക്യുലർ ഫാബ്രിക്കിനെ ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ്. അവിടെ നിർഭാഗ്യവശാൽ RSSന് പ്രതിരോധം എന്ന നിലയിലല്ല, സംഘപരിവാർ ഉയർത്തുന്ന രാഷ്ട്രീയത്തോട് അനുരൂപമായിട്ടാണ് നിർഭാഗ്യവശാൽ ഇന്ത്യയിലെ കോൺഗ്രസ് പ്രവർത്തിക്കുന്നത്. ശ്രീ ജയ്ക്ക്, ഞാൻ വിഷ്ണുവിലേക്ക് പോകുന്നതിന് മുമ്പ് വളരെ പെട്ടെന്ന് ഇന്ന് എന്താണ് BJP ചെയ്തിരിക്കുന്നത് എന്നൊരു ചോദ്യം കൂടിയുണ്ടല്ലോ. ഇന്നലെ വരെ നമ്മൾ കണ്ട ഇന്ത്യ അല്ല ഇപ്പോൾ നമ്മൾ ഈ നിമിഷം നമ്മൾ ഇരിക്കുന്ന ഇന്ത്യ എന്നൊരു തോന്നൽ രാജ്യത്തെ ജനങ്ങൾക്കുണ്ടാകുന്നുണ്ട് എന്ന് താങ്കൾ കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും BJP ഇപ്പോൾ ഈ പ്രശ്നത്തെ എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്? ഇപ്പോൾ ഇന്നലെ CPM-ന്റെ കേരളത്തിലെ സംസ്ഥാന സെക്രട്ടറി കൂടിയായിട്ടുള്ള ഗോവിന്ദൻ മാഷ് പറയുകയുണ്ടായി. ഏതാണ്? കണ്ണൂർ വിമാനത്താവളം UDF കാലയളവിൽ കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രി എങ്ങനെ ഉദ്ഘാടനം ചെയ്തോ അതേപോലെയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ന് നിർവഹിച്ച ക്ഷേത്രത്തിന്റെ പ്രോദ്ഘാടന ചടങ്ങ് അല്ലെങ്കിൽ പ്രതിഷ്ഠാപന ചടങ്ങ് അദ്ദേഹം സൂചിപ്പിക്കേണ്ടത്. കാരണം എന്താണ്? ക്ഷേത്രത്തിന്റെ പണി പൂർത്തീകരിച്ചില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അയോധ്യയിൽ ആയിരക്കണക്കിന് വരുന്ന സാധാരണക്കാർ, അവരിൽ 99% ഹിന്ദു മതവിശ്വാസികളാണ്. ഹിന്ദു മതവിശ്വാസികളായ ആയിരക്കണക്കിന് വരുന്ന സാധാരണക്കാർ കുടിയൊഴിക്കപ്പെട്ടിരിക്കുന്നു. അവർക്ക് പുനരധിവാസം നൽകിയിട്ടില്ല, അവർക്ക് സ്ഥലമില്ല, കയറിക്കിടക്കാൻ വീടില്ല, അടച്ചുറപ്പുള്ള മേൽക്കൂരയുള്ള ഒരൊറ്റമുറി തിണ്ണ പോലും അവർക്ക് ആർക്കുമില്ല. അപ്പോ അവരെയൊക്കെ കുടിയൊഴിപ്പിച്ച് ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കപ്പെടുന്നതിന് മുമ്പ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രഹസന സ്വഭാവമുള്ള ഈ ചടങ്ങിന് ഇന്ത്യൻ പ്രധാനമന്ത്രി നേതൃത്വമാകുന്നത്? അത് രാഷ്ട്രീയം മാത്രമാണ്, രാഷ്ട്രീയമല്ലാതെ മറ്റൊന്നുമല്ല. അതിൽ മതവുമായി ബന്ധമില്ല, മതവിശ്വാസവുമായി ബന്ധമില്ല. പക്ഷേ മതവിശ്വാസത്തെ ഉപയോഗിച്ച് തങ്ങളുടെ വർഗീയതയെ എങ്ങനെ വളർത്താം, വർഗീയ രാഷ്ട്രീയത്തിന് 10 വോട്ട് എങ്ങനെയെങ്കിലും ലഭിക്കാൻ കഴിയുമോ, ഈ പരീക്ഷണത്തിനാണ് ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയും സംഘവും നേതൃത്വമായത്. അങ്ങ് കണ്ടില്ലേ, ഇന്ത്യൻ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിൽ UP-യുടെ ഗവർണറുണ്ട്, UP-യിലെ മുഖ്യമന്ത്രിയുണ്ട്. പക്ഷെ UP ഗവർണർക്കും UP മുഖ്യമന്ത്രിക്കും മുകളിൽ ആ ചടങ്ങിൽ പങ്കെടുത്ത ആളാരാണ്? അദ്ദേഹം RSSന്റെ സർസംഘചാലകാണ്. മോഹൻ ഭാഗവതാണ് ആ ചടങ്ങിൽ പങ്കെടുത്തത്. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ശേഷം UP മുഖ്യമന്ത്രിക്കും ഗവർണർക്കും മുകളിലായി എന്ത് പ്രോട്ടോകോൾ പദവിയാണ് RSSന്റെ സർസംഘചാലകൻ ഉണ്ടായത്? അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ട ഏതെങ്കിലും ഒരു ജനാധിപത്യ വേദിയിലെ അംഗമാണോ? ആ നിലയിലാണോ അദ്ദേഹം ആ ചടങ്ങിൽ പങ്കെടുത്തത്? അപ്പോൾ നമുക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട്. മതാത്മക രാഷ്ട്രീയത്തെ വർഗീയതയുമായി കണ്ണി ചേർക്കാൻ കഴിയുമോ എന്ന പരീക്ഷണം സമർത്ഥമായി നടത്താൻ ശ്രമിക്കുകയാണ് BJP. ഇത്രയും കാലം ഈ മതവിശ്വാസത്തിന്റെ മറവ് പിടിച്ചുകൊണ്ട് കലാപങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചവർ, ആയിരക്കണക്കിന് വരുന്ന നിരപരാധികളെ കൊന്നൊടുക്കിയവർ, മതവിശ്വാസത്തിന്റെ മേൽക്കൂരയും പരിസരവും ഒക്കെ പരിശോധിച്ചാലോ
ഹിന്ദുമത സമുദായ അംഗങ്ങളായിട്ടുള്ള എത്രയോ ആളുകളെ അങ്ങ് തന്നെ ഈ ചരിത്രം വിശദമായി നോക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ബാബ ലാൽദാസ് ആരായിരുന്നു? നമ്മൾ അയോധ്യ അതേപോലെ ബാബറി ധ്വംസനവുമായി ബന്ധപ്പെട്ട ഏതു ചർച്ച ഉയർന്നു വരുമ്പോഴും ഇന്ത്യയുടെ മതനിരപേക്ഷ ചരിത്രം വിസ്മരിക്കാൻ പാടില്ലാത്തൊരു പേരാണ് ആനന്ദ് പട്വർദ്ധന്റേത്. ആനന്ദ് പട്വർദ്ധൻ ആയിരുന്നു അവിടുത്തെ ചരിത്ര സത്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഡോക്യുമെന്ററി തയ്യാറാക്കിയത്, രാം കെ നാം എന്ന പേരിൽ അല്ലെ. ആ ഡോക്യുമെന്ററിയിൽ ബാബ ലാൽദാസ് എന്ന് പറയുന്ന അയോധ്യയിലെ ദീർഘകാലത്തെ കോടതി തന്നെ നിയോഗിച്ച സന്യാസി വര്യനുണ്ടായിരുന്നു, പുരോഹിത ശ്രേഷ്ഠനുണ്ടായിരുന്നു. അദ്ദേഹം ആ ഡോക്യുമെന്ററിയിൽ പറയുന്നുണ്ട്, ഇത് രഥയാത്ര നടത്തി പരിഹരിക്കേണ്ട പ്രശ്നമല്ല ബാബറി മസ്ജിദിന്റേതും രാമക്ഷേത്രത്തിന്റേതും. ഇത് ഞങ്ങൾ അയോധ്യയിലുള്ളവർ, ഫൈസാബാദിലും ഗാസിയാബാദിലും ഉള്ളവർ, ഹിന്ദു മുസ്ലിം സഹോദരങ്ങൾ, ഞങ്ങൾ സഹോദരങ്ങളെ പോലെ ജീവിച്ച് കഴിഞ്ഞ ഈ മണ്ണിൽ ഞങ്ങൾ ചർച്ച ചെയ്ത് ഇവിടെ ഞങ്ങൾ പരിഹരിച്ചു കൊള്ളാം. ഏതെങ്കിലും ഒരു നേതാവ് ദേശീയാടിസ്ഥാനത്തിൽ രഥയാത്ര നടത്തി ആളുകളെ കൊല്ലാക്കൊല ചെയ്ത് വംശീയ രാഷ്ട്രീയവും വർഗീയതയും വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിച്ചല്ല മസ്ജിദിന്റെയും ക്ഷേത്രത്തിന്റെയും പ്രശ്നം പരിഹരിക്കേണ്ടത്. ഈ അഭിപ്രായം പറഞ്ഞ ആ ക്ഷേത്രത്തിലെ മുഖ്യ കർമ്മിയുടെ ചുമതലയുണ്ടായിരുന്ന ബാബ രാംദാസിന് എന്ത് സംഭവിച്ചു? അദ്ദേഹം കൊല്ലപ്പെട്ടു. ഇന്നത്തെ രാമക്ഷേത്രത്തിന് 20 കിലോമീറ്റർ അകലെയല്ലാത്തൊരു സ്ഥലത്ത് വെച്ച് സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ പ്രചാരകരാൽ അയോധ്യയുടെ ക്ഷേത്രത്തിന്റെ മുഖ്യ കർമ്മിയും പുരോഹിതനും ഒക്കെയായി ചുമതലയേൽക്കപ്പെട്ട ബാബ രാംദാസിനെ കൊന്നുകളഞ്ഞത് ഇതേ RSS ആണ്, ഇതേ സംഘപരിവാരമാണ്. കാരണം എന്താണ്? അദ്ദേഹം ഹിന്ദുമത വിശ്വാസിയായിരുന്നു, സന്യാസ വര്യനോളം പോന്ന ഹിന്ദുമത വിശ്വാസിയായിരുന്നു. അപ്പോഴെന്താണ്? ഹിന്ദുമത വിശ്വാസിയായ സന്യാസവര്യനായ അയോധ്യയിലെ ചുമതലക്കാരനായ കർമ്മിയെ വെടിവെച്ച് കൊന്നുകളയാൻ RSSന് കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? സംഘപരിവാരത്തിന്റെ വർഗീയ രാഷ്ട്രീയത്തിനോട് അദ്ദേഹം വിയോജിച്ചു. അന്തസ്സുള്ള ഹിന്ദുമത വിശ്വാസിയുടെ ആദർശം അദ്ദേഹം ഉയർത്തിപ്പിടിച്ചപ്പോഴോ അദ്ദേഹം RSSനാൽ കൊല്ലപ്പെട്ടു. അപ്പോൾ മതവിശ്വാസമല്ല ഇവിടെ സംഘപരിവാരത്തിന്റെ പ്രശ്നം, മതവിശ്വാസമല്ല, രാഷ്ട്രീയമാണ്. വർഗീയത കലർന്ന ആ രാഷ്ട്രീയത്തിന് ഇന്ന് ഒന്നുകൂടി ഉറപ്പുവരുത്തുകയായിരുന്നു അയോധ്യയിൽ പ്രധാനമന്ത്രി തന്നെ മുഖ്യ കാർമ്മികത്വം വഹിച്ചുകൊണ്ട്. ഇതാണ് പറഞ്ഞു വരുന്നത്. ഞാൻ വരാം ശ്രീ ജയ്ക്ക്. അഡ്വക്കേറ്റ് BG വിഷ്ണു, കുറേ ചോദ്യങ്ങളുണ്ട് താങ്കളോട്. താങ്കൾക്കറിയാം സമയത്തിൻ്റെ പരിമിതി വളരെ കുറവാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് താങ്കളെ ബുദ്ധിമുട്ടിക്കും, ഇടയ്ക്കിടയ്ക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കും എന്ന് ആദ്യമേ തന്നെ ഞാൻ താങ്കളോട് പറയുകയാണ്. അതൊരു തർക്കത്തിലേക്ക് പോകാനല്ല, ചോദ്യങ്ങൾ ഈ സമയത്തിനകത്ത് പ്രേക്ഷകർക്ക് ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. ഉത്തരവും അതുപോലെ പ്രതീക്ഷിക്കുന്നു. അഡ്വക്കേറ്റ് BG വിഷ്ണു, നമ്മുടെ രാജ്യം ഇന്ന് രാവിലെ കണ്ട കാഴ്ചകളെ നിങ്ങൾ എങ്ങനെയാണ് വിശദീകരിക്കുന്നത്? കഴിഞ്ഞ 500 വർഷങ്ങൾക്ക് ശേഷം ഈ രാജ്യത്തിൻ്റെ ഹൃദയഭൂമിയിലേക്ക് ശ്രീരാമൻ ഇന്ന് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ ആഘോഷം ഇന്ന് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ മാത്രമല്ല, ലോകത്തെമ്പാടുമുള്ള വിശ്വാസികൾ ഇന്ന് ആഘോഷമാക്കുകയാണ്. രാജ്യത്ത് മറ്റൊരു ദീപാവലി ഈ സമയത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രങ്ങളിൽ പൂജകൾ നടക്കുന്നു, വീടുകളിൽ ദീപം തെളിയുന്നു. ലോകമെമ്പാടുമുള്ള രാമവിശ്വാസികളും ഭാരതീയരുമെല്ലാം ഇന്ന് ലോകത്തിൻ്റെ വിവിധ കോണുകളിലിരുന്ന് ഈ വിശ്വാസത്തിൽ ഇന്ന് പങ്കുചേരുകയാണ്. ശരി, അപ്പോൾ അവിടെയാണ് 2-3 ചോദ്യങ്ങളുള്ളത്. അങ്ങനെ ലോകം മുഴുവൻ രാമനെ തിരിച്ചു കൊണ്ടുവന്ന ഈ ദിവസം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അവിടെ പോയത് എന്തിനാണ്? രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ ക്ഷേത്ര ട്രസ്റ്റിൻ്റെ അംഗങ്ങൾ വിളിച്ചു, അദ്ദേഹം അവിടെ പോയി. അതിൽ നിങ്ങൾക്ക് എന്ത് തെറ്റാണ് തോന്നുന്നത്? അദ്ദേഹത്തെ ക്ഷണിക്കപ്പെട്ടാൽ അദ്ദേഹം അവിടെ കൃത്യമായി ചെല്ലും. അദ്ദേഹം മാത്രമല്ല, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്നു, RSSൻ്റെ സർസംഘചാലക് ഉണ്ടായിരുന്നു, UPയുടെ ഗവർണർ ഉണ്ടായിരുന്നു. വിശിഷ്ട വ്യക്തികളായി അവരെയെല്ലാം അവിടെ ക്ഷണിച്ചിട്ടുണ്ട്, അവരവിടെ എത്തിയിട്ടുണ്ട്. അവിടെയാണ് സംശയം. രാജ്യം വലിയൊരു തർക്കത്തിൽ കിടന്നൊരു ഭൂമിയിൽ സുപ്രീം കോടതി കൂടെ ഇടപെട്ടുകൊണ്ട് ഒരു തീർപ്പ് കൽപ്പിക്കാൻ ശ്രമിച്ചതാണ് നമ്മൾ കണ്ടത്. അതും തീർപ്പ് കൽപ്പിക്കുമ്പോഴും തർക്കങ്ങൾ അവിടെ ഇവിടെ ഉണ്ട്. അതിൽ ഒരു ഭാഗത്ത് നിന്ന ഒരു പാർട്ടി അവരുടെ ഭാഗത്ത് നിന്ന് ഒരു ആരാധനാലയം പണിത് അതിൻ്റെ ആഘോഷത്തിലേക്ക് പോകുമ്പോൾ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അതിനകത്ത് യജമാനനായി പോയി നിന്ന് എന്നാണല്ലോ നിങ്ങൾ പറയുന്ന വാക്ക്. ആ രീതിയിൽ മുഖ്യ പുരോഹിതനായി നിന്ന് അവിടെ നിവേദ്യങ്ങൾ അർപ്പിക്കുന്നു. ആ രീതിയിൽ അതിൻ്റെ കൂടെ നിന്ന് ആ ആഘോഷത്തിൽ ആ സ്വപ്നം യാഥാർത്ഥ്യമായി എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നു. പുതിയ സൂര്യോദയമാണെന്ന് പറയുന്നു. ഇതൊക്കെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ അവിടെ നിന്ന് പറയുമ്പോൾ ഒരു ഭാഗത്തിൻ്റെ ആളായി അദ്ദേഹം മാറുകയല്ലേ ചെയ്യുന്നത്? ആർക്കാണ് തർക്കം? ഇത് ആരുടെ ഭൂമിയാണ്? കഴിഞ്ഞ 500 വർഷത്തെ ചരിത്രം മാത്രമല്ല ഉള്ളത്. ഈ രാജ്യത്തിന്, ഈ നാടിന് ഒരു സഹസ്രാബ്ദത്തിൻ്റെ ചരിത്രമുണ്ട്. ഈ ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. 1500-കളിലാണല്ലോ അയോധ്യയിലെ ക്ഷേത്രം തകർക്കപ്പെട്ടത്. ബാബറിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ സൈനികർ തകർക്കപ്പെട്ടത്. അതിന്റെ തീർപ്പ് അന്തിമമായാണ് സുപ്രീം കോടതി കൽപ്പിച്ചത്. ഇല്ല, അതൊന്നും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തീർപ്പ് കൽപ്പിക്കാൻ പറ്റുന്ന കാര്യമല്ല. അവിടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നമുക്കറിയാമല്ലോ. രാജ്യത്തിന്റെ ഇത് ഫേക്ക് ന്യൂസ് ആണ്, അത് കറക്റ്റ് ചെയ്യണം. സുപ്രീം കോടതി അങ്ങനെ ഒരിടത്തും പറഞ്ഞിട്ടില്ല ക്ഷേത്രം തകർത്തു എന്നുള്ളത്. എവിടെ പറഞ്ഞു?
സുപ്രീം കോടതി ഒരിടത്തും പറഞ്ഞിട്ടില്ല. 47 ശേഷമുള്ള സുപ്രീം കാര്യം കോടതി താങ്കൾ പറഞ്ഞത് തിരുത്തണം. താങ്കൾ പറഞ്ഞത് തിരുത്തണം. ഞാൻ തെറ്റൊന്നും പറഞ്ഞിട്ടില്ല. സുപ്രീം കോടതിയാണ് അവിടെ രാമക്ഷേത്രത്തിന് നിർമ്മാണത്തിന് അനുമതി നൽകിയത്. അതല്ലോ താങ്കൾ പറഞ്ഞ കുറച്ചു മുമ്പ് അവിടെ ക്ഷേത്രം സുപ്രീം കോടതി തകർത്തു എന്നാണല്ലോ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ടില്ല. ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്ന് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയട്ടെ. അല്ല, താങ്കൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്നാണ്. പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കാൻ ഇത്തരം വാദങ്ങൾ സുപ്രീം കോടതി 500 വർഷങ്ങൾക്ക് മുമ്പ് ആർക്കിയോളജിക്കൽ സർവേയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ തീരുമാനങ്ങളുടെയും തെളിവുകളുടെയും കണ്ടെത്തലുകളുടെയും അടിസ്ഥാനത്തിൽ തന്നെയാണ് സുപ്രീം കോടതി അവിടെ രാമക്ഷേത്രം പണിയാൻ വേണ്ടി അനുമതി നൽകിയത്. സുപ്രീം കോടതിയുടെ അനുമതിയോടുകൂടി തന്നെയാണ് അയോധ്യയിൽ ക്ഷേത്രം പണിതിട്ടുള്ളത്. അവിടെ ആർക്കാണ് സംശയം? പ്രാചീനമായ ആശയങ്ങൾ പേറുന്നവർക്കാണ് അവിടെ അയോധ്യ വരുന്നവരുടെ എതിർപ്പുള്ളത്. ഈ രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങളുടെ ആഗ്രഹമാണ് സുപ്രീം കോടതി വിധിയിലൂടെ സാധ്യമായത്. പക്ഷേ അവിടെ രാമക്ഷേത്രം ഇല്ലാതാക്കിയിട്ടാണ് അവിടെ പള്ളി ഉണ്ടായതെന്നോ അവിടെ ഇപ്പോൾ സുപ്രീം കോടതി ഈ കാര്യം കണ്ടെത്തിയെന്നോ അങ്ങ് പറഞ്ഞൊരു വാചകത്തെയാണ് ശ്രീ രാജഗോപാൽ ഇപ്പോൾ ഖണ്ഡിച്ചത്. അത് തെറ്റായ വാർത്തയാണ്. പലരും BJP-കാരായ പ്രതിനിധികൾ ചർച്ചകളിൽ ഇത് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അത് തെറ്റാണ്. അത് താങ്കൾ തിരുത്തിയാൽ മതി. അല്ല, സുപ്രീം കോടതി 500 വർഷത്തെ കാര്യമല്ല പറഞ്ഞത്. രാജ്യം സ്വതന്ത്രമായതിനു ശേഷമുള്ള കാര്യങ്ങളിലാണ് സുപ്രീം കോടതി നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്. രാജ്യത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് രാജ്യം സ്വതന്ത്രമായ അന്നു മുതലുള്ളതല്ല. രാജ്യത്തിന്റെ ചരിത്രം, രാജ്യത്തിന് ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രമുണ്ട്. ആ ചരിത്രപരമായ പശ്ചാത്തലമുണ്ട്. അത് ജനങ്ങളുടെ മനസ്സിലുണ്ട്. ഈ നാട്ടിൽ അക്കാര്യത്തിലൊന്നും സുപ്രീം കോടതി ഒരു തീരുമാനത്തിലേക്ക് പോയിട്ടില്ല. അക്കാര്യത്തിലൊന്നുമല്ല സുപ്രീം കോടതി തീരുമാനത്തിലേക്ക് പോയത്. ഈ ഒരു തർക്കമുണ്ടായി, അതിനൊരു അവസാനം ഉണ്ടാക്കാൻ വേണ്ടി പലരുടെയും ത്യാഗവും പലരുടെയും സഹിഷ്ണുതയും ഒക്കെയാണ് നമ്മൾ ഈ വിധിയിലൂടെ കണ്ടത്. വിധി വന്നതിന് ശേഷം നമ്മൾ കണ്ടത്. ഞാൻ ഒരൊറ്റ കാര്യം കൂടി താങ്കളോട് ഈ ഘട്ടത്തിൽ ചോദിച്ചിട്ട് ശ്രീ രാജഗോപാലിലേക്ക് വരാം. ഇപ്പോൾ നേരത്തെ ശ്രീ രാജഗോപാലും പറയുന്നുണ്ടായിരുന്നു, ശ്രീ ജയിക്കും ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നുണ്ടായിരുന്നു, പ്രധാനമന്ത്രി പോയത് അവിടെ, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അവിടെ പോയി എന്നുള്ളത് താങ്കൾ ഇപ്പോൾ ഇങ്ങനെ ന്യായീകരിക്കുന്നു. കൂടെ ഒരാൾ ഉണ്ടായിരുന്നല്ലോ, ഈ മോഹൻ ഭാഗവതിനെ പോലെ ഇരിക്കുന്ന ആളെന്ന് ശ്രീ രാജഗോപാൽ പറഞ്ഞ ആൾ. എന്തിനായിരുന്നു അദ്ദേഹം അവിടെ? അല്ല, മോഹൻ ഭഗവതിനെ പോലെ ഇരിക്കുന്ന ആളെന്ന് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് ചിലപ്പോൾ അദ്ദേഹത്തെ തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ടായിരിക്കും. മോഹൻ ഭഗവത് തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത്. ആർക്കാണ് അസ്വസ്ഥത? ക്ഷേത്ര ട്രസ്റ്റ് വിളിച്ച എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട്. അതിനെന്താണ് പ്രശ്നം? അവിടെ പ്രോട്ടോകോൾ പാലിക്കുന്നത് സർക്കാർ പരിപാടി അല്ലല്ലോ. സർക്കാർ പരിപാടി അല്ല, രാജ്യത്തിന്റെ പ്രധാനമന്ത്രി, ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി, അവിടുത്തെ ഗവർണർ, ഇവരൊക്കെ പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ മോഹൻ ഭാഗവത് എങ്ങനെയാണ് അവിടെ കയറിയിരിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങളുടെ രാഷ്ട്രീയം. അതാണ് സംഘപരിവാറിന്റെ രാഷ്ട്രീയം. ക്ഷേത്രത്തിന്റെ ട്രസ്റ്റ് ക്ഷണിച്ചവരെല്ലാവരും അവിടെ കൃത്യമായി എത്തിച്ചേർന്നിട്ടുണ്ട്. അതിൽ പല ചുമതലകൾ വഹിക്കുന്നവരുണ്ടാകാം. അതിൽ നിങ്ങൾ അസ്വസ്ഥരായിട്ട് കാര്യമില്ല. അവിടെ പ്രോട്ടോകോൾ കാര്യം നിർവഹിക്കാൻ അവിടെ സർക്കാർ പരിപാടിയല്ല. ഇനിയും വിളിക്കേണ്ട പരിപാടികൾ വിളിക്കുമ്പോൾ അദ്ദേഹം ഉണ്ടാകും. വിശദീകരണത്തിലൂടെ ഈ കാര്യങ്ങൾക്കുള്ള ഉത്തരമായോ? അതിന്റെ ലക്ഷ്യം എന്തായിരുന്നു? തീർച്ചയായിട്ടും അതിന് ഉത്തരമായിട്ടില്ല. കാര്യം ഈ സുപ്രീം കോർട്ട് പറഞ്ഞാണ് ഈ ട്രസ്റ്റ് ഫോം ചെയ്തത്. നമ്മുടെ ഇന്ത്യയുടെ ട്രസ്റ്റ് ഒരു പബ്ലിക് ട്രസ്റ്റാണ്, ഇതൊരു പ്രൈവറ്റ് ട്രസ്റ്റ് അല്ല. അവർക്ക് ഇഷ്ടമുള്ളവരെ വിളിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രധാനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി, പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന അദ്ദേഹമാണ് ട്രസ്റ്റിൻ്റെ ഹെഡാണെന്ന് എൻ്റെ വിശ്വാസം. ഇതൊരിക്കലും ഒരു പ്രൈവറ്റ് ക്ലബ്ബോ അല്ലെങ്കിൽ ഒരു ക്ഷേത്രാരാധന ലോക്കൽ കമ്മിറ്റിയോ ഉത്സവ കമ്മിറ്റിയോ അതല്ല. ഇത് ഒരു രാജ്യത്തിൻ്റെ ഒരു സുപ്രീം കോടതി, പരമോന്നത കോടതി പറഞ്ഞതനുസരിച്ച് ട്രസ്റ്റ് ഉണ്ടാക്കി അത് വെച്ച് അവിടെ ഇദ്ദേഹത്തിന് എന്താ കാര്യം എനിക്കിപ്പോഴും ഇദ്ദേഹത്തിന് മാത്രമല്ല, പ്രധാനമന്ത്രി പോകാൻ പാടില്ല. പ്രധാനമന്ത്രി ഇന്ന് ഇരിക്കേണ്ട രാജ്ഘട്ടിലിരുന്ന് ഉപവാസം ചെയ്യായിരുന്നു. മഹാത്മാഗാന്ധി ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം അവിടെ പോകുമായിരുന്നു. താങ്കൾ തോന്നുന്നുണ്ടോ? ഞങ്ങൾ CPM ഈ ട്രസ്റ്റ് മഹാത്മാഗാന്ധി വിളിച്ചതെങ്കിൽ മഹാത്മാഗാന്ധി അവിടെ ഇന്ന് അയോധ്യയിൽ ഉണ്ടാകുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? എന്റെ ചോദ്യം അതാണ്. വളരെ ലളിതമായ ചോദ്യമാണ്. താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, ഈ രാജ്യം രാമരാജ്യമെന്ന് ലോകത്തോട് പറഞ്ഞതും ഈ രഘുപതി രാഘവരാഘാമെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ കൂടിയാണ് ഇന്ന് അയോധ്യയിൽ പൂർത്തീകരിക്കപ്പെട്ടത് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല. ഈ രാജ്യത്തെ ഏറ്റവും വലിയ രാമഭക്തനാണ് മഹാത്മാഗാന്ധി. രാജഗോപാൽ, മഹാത്മാഗാന്ധിയുടെ സ്വപ്നമാണ് ഇന്ന് അവിടെ പൂവണിഞ്ഞത്, ഗോഡ്സെയുടെ അല്ല എന്നാണ് BJP ഇപ്പോൾ പറയുന്നത്. ഇതിനൊക്കെ നമുക്ക് എന്താ മറുപടി പറയാനുള്ളൂ? ഇങ്ങനെയുള്ള ഫലിതങ്ങൾ ഇവർ വന്നുകൊണ്ട് പറഞ്ഞു. ഇപ്പൊ പറയുന്ന ഗോഡ്സെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇവിടുന്ന് പൊട്ടി വീണ ഒരു അത്ഭുത പ്രതിഭാസമാണ്. ഈ വിഗ്രഹം പൊന്തി വന്ന പോലെ സംഭവിച്ചവരാണ്. ഗോഡ്സെക്ക് അതിന് മുമ്പ് റൂട്ട്സ് ഇല്ല, അതിന് ശേഷം റൂട്ട്സ് ഇല്ല. പെട്ടെന്ന് പൊട്ടി വന്ന ഒരു മനുഷ്യൻ, പെട്ടെന്ന് ഒരു MP അദ്ദേഹത്തെ വിഗ്രഹം വെച്ച് ആരാധിക്കാം. ഒരു പൂജ, ബംഗാളിലൊരു പൂജയിൽ ഗോഡ്സെക്ക് ഇത് വരാം. അപ്പോൾ ഇത് പറയുന്ന ഇതേ ആളുകൾ തന്നെയാണ്. ഗോഡ്സെ
ഗോഡ്സെയെ നമ്മൾ ഏത് സ്കൂളിൽ നിന്നാണ് ഗോഡ്സെ പഠിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആരാണ് ഗോഡ്സെയുടെ ഗുരുനാഥന്മാരെന്ന് നമുക്കറിയാം. അത് പക്ഷേ ഇതെല്ലാം ഇപ്പോൾ പറയുന്ന ഒരു ഗോഡ്സെയായിട്ട് യാതൊരു ബന്ധമില്ല എന്നാണ്. അപ്പോൾ ഇവർ തീർച്ചയായിട്ടും പറയും ഞാൻ പറഞ്ഞത് മഹാത്മാഗാന്ധി ഓട്ടോറിക്ഷ ഇടിച്ച് മരിച്ചതാണെന്ന് പറയും പോലും അത് അയോധ്യയിൽ രാമക്ഷേത്രത്തിൽ പൂജ നടത്താൻ പോയപ്പോൾ ഓട്ടോറിക്ഷ ഇടിച്ച് പറയാനാണ് മരിച്ചത്, അതുകൊണ്ട് മഹാത്മാഗാന്ധി തീർച്ചയായിട്ടും ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ഉണ്ടായിരിക്കുമെന്നും പറയും. ഈ പറയുന്നതിലൊന്നും ഇതിൽ കാര്യം പൊള്ളയായ വാചകങ്ങളാണ് നമുക്ക് മനസ്സിലാവും. പക്ഷേ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, മതേതരമുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ഒരു സെക്യുലർ റിപ്പബ്ലിക്കിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ തൊട്ട് സത്യം ചെയ്ത പ്രധാനമന്ത്രിക്ക് ഇന്നവിടെ പോകേണ്ട യാതൊരു ആവശ്യവുമില്ല, പോകാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ്. അത് മാത്രമല്ല സ്റ്റേറ്റും മതവും തമ്മിലുള്ള ആ വോളിൻ്റെ അവസാനത്തെ ഡിമോളിഷനാണ് അവിടെ സംഭവിച്ചത്. ഞാൻ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. ശരി, ശ്രീ നിജേഷ് അരവിന്ദ്, ഇപ്പോൾ വിഷ്ണു പറഞ്ഞത് ഇത് CPM അല്ല BJP ആണെന്നാണ്. അതായത് BJPയുടെ രീതിയാണ് ഈ പറഞ്ഞ, അവരുടെ സ്വപ്നമാണ് നടന്നിരിക്കുന്നത്. ഇത്രയും കാലമായി അവർ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നത് ഇതുതന്നെയാണ്, അത് നടന്നിരിക്കുകയാണ്. അതിലേക്കാണ് കോൺഗ്രസ് ഈ കാര്യങ്ങൾ എത്തിച്ചു എന്ന് എല്ലാവരും വിമർശിക്കുന്നത്. അത് നിങ്ങൾ രാജ്യം ഭരിച്ച പാർട്ടി ആയതുകൊണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് അതിനോട് മറുപടി പറഞ്ഞേ പോകാൻ സാധിക്കും. അത് നിങ്ങളോട് വിരോധമുള്ളതുകൊണ്ട് ആരും പറയുന്നതല്ല. അപ്പോൾ അതിനുള്ള മറുപടി വേണം. അതേസമയം ഇക്കാര്യത്തിൽ ഇപ്പോൾ BJPയെ നിങ്ങൾ എങ്ങനെയാണ് എതിർത്ത് മുന്നോട്ട് പോകുന്നത് എന്നതിൻ്റെ സൂചനകൾ കൂടി ഇവിടെ ഉണ്ടാകണമല്ലോ. അതെന്താണ്? എന്നാലും BJPക്ക് ഈ വിഷയത്തിൽ ഞാൻ മറുപടി പറയാനില്ല. ഗാന്ധിയുടെ സ്വപ്നമാണ് ഇന്ന് നടപ്പിലായത് എന്നൊക്കെ BJPയുടെ വക്താവ് വന്ന് പറയുമ്പോൾ എത്രത്തോളം അധപ്പതിച്ചു ആ രാഷ്ട്രീയ പ്രസ്ഥാനം. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നത്, നാളെ ശബരിമലയിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രതിഷ്ഠ ഉണ്ടാകുമ്പോൾ അതിനകത്ത് പിണറായി വിജയൻ വന്നിരുന്നാൽ നിങ്ങൾ അംഗീകരിക്കും BJPക്കാരാ? ഗുരുവായൂർ അമ്പലത്തിനകത്ത് ഹിമാചൽ പ്രദേശിൽ സർക്കാർ അവധി പ്രഖ്യാപിച്ച ഒറ്റ ചോദ്യം, ഹിമാചൽ പ്രദേശിൽ എന്തിനാണ് കോൺഗ്രസ് സർക്കാർ അവധി പ്രഖ്യാപിച്ചത്? ഹിമാചൽ പ്രദേശിലെ അധ്യക്ഷൻ പറഞ്ഞു, യുപിയിലെ അധ്യക്ഷൻ പറഞ്ഞു, ഞങ്ങൾ അയോധ്യയിലേക്ക് വരും, ഞങ്ങൾ അവിടെ എത്തും. എന്റെ ചോദ്യം, നിങ്ങൾ ഈ ശ്രീകോവിൽ ശ്രീകോവിലിനകത്ത് നാളെ ഭരണാധികാരികളെ കയറ്റാൻ നിങ്ങൾ അനുവദിക്കുക എന്നെ ചോദ്യം. പറ്റുമോ? നിങ്ങൾ അനുവദിക്കോ? ഒരു പ്രോട്ടോക്കോളും വേണ്ട, അനുവദിക്കോ? വിഷ്ണുവിന്റെ മറുപടി പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അല്ല, അവിടെ എല്ലാവർക്കും ശ്രീകോവിലേക്ക് കയറാനുള്ള അനുവാദം ഉണ്ടല്ലോ. പിന്നെ എന്തിനാണ് പ്രോട്ടോകോൾ? അവിടെ യാതൊരു പ്രോട്ടോകോളും ഇല്ലെന്ന്. എല്ലാവർക്കും അവിടെ എത്താം. എല്ലാവർക്കും രാമനെ പൂജിക്കാനുള്ള അവസരം രാജ്യത്തുണ്ട്. നാളെ മുതൽ പൊതുജനങ്ങൾക്ക് ഭരണാധികാരികൾക്ക് പോകാനുള്ള ഒരു അവകാശം ഉണ്ട് എന്നാണോ നിങ്ങൾ വാദിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ എന്താണ് അമ്പലങ്ങളുടെ ശ്രീകോവിലിനകത്ത് ഭരണാധികാരികൾക്ക് പോയി പൂജ നടത്താനുള്ള അവകാശം ഉണ്ട് എന്നാണോ BJPയുടെ പറ്റാത്തത്? അല്ല, അതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്താ പറ്റാത്തത്? അതാണ് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും വിശ്വാസികളായിട്ടുള്ളവർക്ക് അവിടെ ചെല്ലാനും പൂജിക്കാനുമുള്ള എല്ലാവർക്കും അവകാശമുണ്ട്. ആരുടെ അവകാശം ആരും നിഷേധിച്ചിട്ടില്ല. അതായത് മതവും രാഷ്ട്രീയവും തമ്മിൽ ഒരു വേർതിരിവിന്റെ ആവശ്യമില്ല. വ്യത്യാസമില്ല, എല്ലാവർക്കും പോവാം. വിശ്വാസികളായിട്ടുള്ള എല്ലാവർക്കും പോവാം. വിശ്വാസം പ്രധാനമാണ്. പ്രധാനമന്ത്രിക്ക് നല്ലവണ്ണം പൂജ നടത്താൻ അറിയാമെങ്കിൽ അമ്പലത്തിനകത്ത് പോയി ശ്രീകോവിലിൽ പൂജ ചെയ്യില്ല. പൂജ ചെയ്യുന്നത് പൂജാരിമാരും വിശ്വാസികൾ വിശ്വാസം അർപ്പിക്കാനുമാണ് പോകുന്നത്. ഈ രാജ്യത്ത് ക്ഷേത്രങ്ങളിൽ പോകുന്ന എല്ലാവരും പൂജ പഠിച്ചവരല്ല, പക്ഷേ വിശ്വാസമുള്ളവരെല്ലാം പൂജിക്കാൻ വേണ്ടി. അങ്ങനെയാണെങ്കിൽ മതരാഷ്ട്രവും മതേതര രാഷ്ട്രവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അല്ല വിഷ്ണു, ഒറ്റ മിനിറ്റ്, വിഷ്ണുവിനോടാണ് എൻ്റെ ചോദ്യം. മതരാഷ്ട്രവും മതേതര രാഷ്ട്രവും തമ്മിലുള്ള വ്യത്യാസം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതല്ല. ഈ രാജ്യത്ത് വിശ്വസിക്കുന്ന മുഴുവൻ പേർക്കും, ഈ രാജ്യത്ത് മതത്തിൽ വിശ്വസിച്ചോ വിശ്വസിക്കാതെയൊക്കെ ഈ രാജ്യത്ത് ജീവിക്കാനുള്ള പൂർണ്ണമായ അവകാശമുണ്ട്. മതേതര രാഷ്ട്രമെന്ന് പറഞ്ഞാൽ മതമില്ലാത്ത രാഷ്ട്രമെന്നല്ല, മതവിശ്വാസം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും തുല്യമായി ജീവിക്കാനുള്ള ഒരു അവകാശം ഈ രാജ്യത്തുണ്ട്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ആ സംസ്ഥാനത്തെ ഗവർണർ ശ്രീകോവിലിനകത്ത് നിന്ന് ഒരു തർക്കഭൂമിയിലെ ഒരു പാർട്ടി ഉണ്ടാക്കിയ അമ്പലത്തിന്റെ പൂജ നിർവഹിക്കുന്നു, പ്രാണപ്രതിഷ്ഠ നടത്തുന്നു എന്ന് പറയുമ്പോൾ അവിടെ എവിടെയാണ് താങ്കൾ പറഞ്ഞ തുല്യത? മതരാഷ്ട്രമായി മാറുന്നതിന്റെ തുല്യതയല്ലേ? അത് തർക്കമുണ്ടായപ്പോൾ ആരാണ് പരിഹരിച്ചത്? ഈ രാജ്യത്ത് പരമോന്നത കോടതിയാണ് പരിഹരിച്ചത്. അതോടെ ക്ഷേത്രം പണിയാൻ വേണ്ടി ഭൂമി വിട്ടു നൽകി. അവിടെ പണിത ക്ഷേത്രത്തിലാണ് നരേന്ദ്രമോദി. അല്ലാതെ അവിടെ ഈ പറഞ്ഞതുപോലെ അവിടെ ആരും കയറരുതെന്ന് ഏതെങ്കിലും കോടതിയുടെ ഉത്തരവുണ്ടോ? കോടതി ഉത്തരവ് ലംഘിച്ചല്ലോ. കോടതി ഉത്തരവ് വാങ്ങിയതിനു ശേഷം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അതായത് BJPക്ക് ഇപ്പോൾ ആവശ്യം ഇത് തന്നെയാണ്. ഈ പറയുന്ന അമ്പലത്തിന്റെ ശ്രീകോവിലിനകത്തേക്ക് അവരുടെ നേതാക്കൾക്ക് കയറി ചെല്ലാൻ പറ്റുന്ന ഒരു വിധിയാണ് അവർ വാങ്ങിച്ചെടുത്തതെന്ന് പറയുന്നത്. ആ ഒരു സാഹചര്യത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുവന്ന് എത്തിക്കുക എന്നുള്ളിടത്തേക്കാണ് കാര്യങ്ങൾ അവർ കൊണ്ടുവന്നത്. അവിടെയാണ് കോൺഗ്രസും BJPയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ പറയേണ്ടത്. അവിടെ എവിടെയാണ് അമ്പലത്തിന്റെ അകത്തേക്ക് ഇടിച്ചു കയറാൻ ശ്രമിക്കുന്ന രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദിയും തമ്മിൽ വ്യത്യാസം ഉണ്ടാകുന്നത്? അല്ല, ഞാൻ ഈ രാഷ്ട്രപതിയെ കൂടി ക്ഷണിച്ചിരുന്നുവെങ്കിൽ
നമ്മൾക്കൊരു പരിധിവരെ നമുക്ക് വിശ്വസിക്കാമായിരുന്നത്. എന്തുകൊണ്ട് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട വിധവയായ സ്ത്രീയായ ദ്രൗപദി മുർമു എന്ന രാഷ്ട്രപതിയെ BJP ക്ഷണിച്ചില്ല? മനസ്സിനകത്ത് ഇപ്പോഴും എല്ലാവർക്കും കയറാവുന്ന ഒരു സാഹചര്യം BJPക്ക് ഉണ്ട് എങ്കിൽ ദളിതന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുരി ക്ഷേത്രത്തിനകത്ത് ദളിതൻ കയറിയപ്പോൾ ആ ദളിതന് കയറാനുള്ള അവകാശം കിട്ടിയപ്പോൾ അതിൻ്റെ ആഹ്ലാദ പ്രകടനം നടത്തിയ ഗാന്ധിയെ ഊരിപ്പിടിച്ച വാളുമായി കുത്താൻ വന്ന ഗോഡ്സെ, ആ ഗോഡ്സെയുടെ അടുത്ത തലമുറ അല്ലെങ്കിൽ ഗോഡ്സെയുടെ ആ ആശയങ്ങളെ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളോടാണ് ചോദിക്കുന്നത്. ഈ ക്ഷേത്രത്തിനകത്ത് ശങ്കരാചാര്യന്മാർ വരാത്ത ക്ഷേത്രത്തിനകത്ത് എങ്ങനെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി കയറി? RSSൻ്റെ നേതാവിന് കയറാനുള്ള പ്രിവിലേജ് എന്താണ്? ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതിന് പകരം ഗാന്ധി ആഗ്രഹിക്കുന്ന രാമരാജ്യമാണ് എന്നൊക്കെ പറയുമ്പോൾ മിസ്റ്റർ BG വിഷ്ണു നിങ്ങളോട് വളരെ സ്നേഹത്തിൽ പറയുകയാണ്, ഞങ്ങൾ ഗാന്ധി സ്വപ്നം കണ്ട രാമരാജ്യം, ആ രാമരാജ്യത്തിൻ്റെ അങ്ങേ അറ്റത്താണ് നരേന്ദ്രമോദി ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യമുള്ളത്. ഈ രാജ്യം ഇന്ന് വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ശരി, അപ്പോഴും നിജേഷ് അരവിന്ദ്, എനിക്ക് അറിയേണ്ടത് ജനങ്ങളോട് ഞാൻ ചോദ്യം ചോദിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം ചോദിക്കണം. ഇത്ര ഇങ്ങനെ ഒരു ഡിസിപ്ലിൻഡ് അല്ലാത്ത ഒരു രീതിയിൽ ചർച്ചയിൽ പങ്കെടുക്കരുത്. ഞാനൊരു ചോദ്യമാണ് ചോദിച്ചത്. എനിക്ക് മനസ്സിലായി. ശ്രീ നിജേഷ് അരവിന്ദ്, എൻ്റെ ചോദ്യം ഇതാണ്. നിങ്ങളുടെ പാർട്ടി ഇന്ന് തെളിയിക്കേണ്ടത് നിങ്ങളും BJPയും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്നാണ്. നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്നാണ്. ശ്രീകോവിലിനകത്തേക്ക് കയറാൻ ശ്രമിക്കുന്ന, ആ പൂജ നടത്തി ഞങ്ങൾ ഇന്ന ഭാഗത്തിൻ്റെ കൂടെയാണെന്ന് തെളിയിക്കാൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദിയെ പോലെ തന്നെ രാഹുൽ ഗാന്ധി പെരുമാറുന്നു എന്ന വിമർശനത്തിനോട് എന്ത് മറുപടി? ദയവ് ചെയ്ത് തെറ്റിദ്ധരിപ്പിക്കരുത്. രാഹുൽ ഗാന്ധി അസമിലെ ഒരു ആശ്രമത്തിനകത്ത് പോവാൻ ശ്രമിച്ചു, അനുമതിയോടുകൂടി പോവാൻ ശ്രമിച്ചു എന്നുള്ളത് ശരിയാണ്. ആ അനുമതി അവിടുത്തെ ഹിമന്ത് ബിശ്വാസ് ശർമ്മയെ പോലെയുള്ള ആളുകൾ ഇല്ലാതാക്കാൻ ശ്രമിച്ച സമയത്ത് രാവിലെ അവിടെ പോയി എന്നുള്ളതും ശരിയാണ്. അതിനെയും ദയവ് ചെയ്ത് നരേന്ദ്രമോദിയുടെ ഇത് മാത്രമല്ല ഇപ്പൊ നേരത്തെ ജേക്കബ് ചോദിച്ച ചോദ്യമുണ്ടല്ലോ, എന്താണ് മധ്യപ്രദേശിൽ തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടങ്ങളിൽ സംഭവിച്ചത്? അതിന്റെ തുടർച്ചയായിട്ടാണ് ഇന്നത്തെ ചോദ്യം വരുന്നത്, ഇന്നത്തെ കാര്യങ്ങളെയും കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. ആ സമയത്ത് എന്താണ് അവിടെ നേതാക്കൾ കാണിച്ചത്? രാമക്ഷേത്രത്തിന്റെ അയോധ്യയിലെ വിജയത്തിന് BJPയേക്കാൾ ഞങ്ങൾക്കാണ് അതിനുള്ള അർഹത എന്ന് പറഞ്ഞവരല്ലേ നിങ്ങളുടെ നേതാക്കൾ അവിടെ? കോൺഗ്രസിൻ്റെ നിലപാട് കൃത്യമാണ്. കോൺഗ്രസ് ബാബറി മസ്ജിദിൻ്റെ തകർച്ചയിൽ അതിനെ തകർത്തവർക്ക് എതിരാണ്. ഒരു സംശയവുമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നിലപാട് അതാണ്. ഏതെങ്കിലും ഒരാൾ വ്യക്തിപരമായ പ്രസ്താവന നടത്തി കഴിഞ്ഞാൽ കോൺഗ്രസ് അതിനെ അംഗീകരിക്കുന്നില്ല. ആ സ്റ്റാൻഡ് കൃത്യമാണ്. ജയിക്ക് പറയുന്നതിലേക്ക് പോകുന്നില്ല ഞാൻ. അത് ആ ചരിത്രം നമ്മൾക്കറിയാം. കല്യാൺ സിംഗ് എന്ന് പറയുന്ന അവിടെയുള്ള മുഖ്യമന്ത്രി എല്ലാ സുരക്ഷയും നേരത്തെ പറഞ്ഞ് സുപ്രീം കോടതിക്കകത്ത് ഉറപ്പ് കൊടുത്ത് ചതിക്കുകയായിരുന്നു. കോൺഗ്രസ് ഒരിക്കലും ആഗ്രഹിച്ചിട്ടല്ല. കോൺഗ്രസ് അന്നും ഇന്നും എന്നും ആ ബാബറി മസ്ജിദിനെ തകർത്തതിന് എതിരാണ്. ഞങ്ങളുടെ സ്റ്റാൻഡ് അതാണ്. ഇന്നും ആ സ്റ്റാൻഡിൽ യാതൊരു മാറ്റമില്ല. ഇനി ആരെങ്കിലും പറഞ്ഞ് കോൺഗ്രസിന്റെ സ്റ്റാൻഡ് മാറ്റാൻ ശ്രമിച്ചാൽ എനിക്കൊന്നും പറയാനില്ല. ഞങ്ങളുടെ സ്റ്റാൻഡ് ശരി. അപ്പൊ ഇന്നത്തെ ദിവസം പ്രധാനമായി ബാക്കി കിടക്കുന്നത് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഹിമാചൽ പ്രദേശ്, ബാക്കി കേന്ദ്ര സർക്കാർ പോലും പകുതി അവധി കൊടുത്തപ്പോൾ പൂർണ്ണ അവധിയിലേക്ക് പോയ ഹിമാചൽ പ്രദേശ് കോൺഗ്രസിന്റെ കയ്യിലാണുള്ളത്, കോൺഗ്രസിന്റെ സംസ്ഥാനമാണ്. എങ്ങനെ അത് ന്യായീകരിക്കും, പ്രതിരോധിക്കും? അവിടെയുള്ള ജനത അവർ ആഗ്രഹിച്ചു. നമ്മൾക്കറിയാം, മന്നം ജയന്തി അവധിയാണ് കേരളത്തിൽ. ഒരു ഗവൺമെൻറ് കൊണ്ടുവന്നു, ഇപ്പോഴും അത് തുടരുന്നു. മന്നത്ത് പത്മനാഭൻ്റെ ജന്മദിനത്തെ അവധിയാണിന്ന് കേരളത്തിൽ. അത് കേരളത്തിനകത്ത് അത് അവധിയാണ്. എല്ലാവരും മന്നം ജയന്തി ആഘോഷിക്കുന്നവരോ ആചരിക്കുന്നവരോ അല്ല. പക്ഷേ അത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഇന്ന് അവധിയാണ്. അവിടെയുള്ള ജനതയ്ക്ക്, അവിടെയുള്ള ഭൂരിപക്ഷം വരുന്ന ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആരാധന
അവസരം ഉണ്ടാവണമെന്ന് ആവശ്യപ്പെട്ടത് കൊണ്ടായിരിക്കും. എന്താണ് വിജയ് അരവിന്ദ്, രാജ്യത്തിന്റെ ഭാഗമല്ലേ ഹിമാചൽ പ്രദേശ്? അവിടെ ഹിമാചൽ പ്രദേശിൽ ഒരു അവധി കൊടുത്തതിനെ കുറിച്ച്, അയോധ്യയിൽ പരിപാടി നടക്കുമ്പോൾ അവിടെ അവധി പൂർണ്ണമായും കൊടുത്തതിനെ കുറിച്ച് രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുമ്പോൾ കോൺഗ്രസിന്റെ നിലപാട് ബാക്കി എല്ലായിടത്തും ഇങ്ങനെയാണ്, ഹിമാചൽ പ്രദേശിൽ മന്നൻ ജയന്തി പോലെയാണെന്നൊക്കെ പറയുന്നത് എന്ത് തരത്തിൽ ആളുകളെ കളിയാക്കുന്നതല്ലേ ഇത്? അല്ല എന്നല്ല ഞാൻ പറഞ്ഞത്, പ്രാദേശിക അവധികൾ അതൊരു സർക്കാരിന്റെ സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യം, പ്രാദേശിക അവധിയൊക്കെ നമുക്കറിയാം, മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഒരു അമ്പലത്തിൽ ഒരു പരിപാടി ഉണ്ടെങ്കിൽ ഇവിടെയും തിരുവനന്തപുരത്തും ഒക്കെ ഇവിടുത്തെ സർക്കാരും ഒക്കെ കളക്ടർ ചിലപ്പോ അവിടെ ട്രാഫിക് പ്രശ്നം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആൾക്കൂട്ടത്തിന്റെ മറ്റു പ്രശ്നങ്ങളുണ്ടെങ്കിലൊക്കെ പ്രാദേശിക അവധി കൊടുക്കും. അതുപോലെ അല്ല ഹിമാചൽ പ്രദേശിൽ കൊടുത്തത്. അതല്ല അയോധ്യയിൽ ഇങ്ങനെ ഒരു പരിപാടി നടക്കുമ്പോൾ അവധി കൊടുക്കുന്നത് രാഷ്ട്രീയ വിഷയമായി മാറുമ്പോൾ അവധി കൊടുക്കുന്നത് പാടില്ല എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിനെ പോലും ധിക്കരിച്ച് ഹിമാചൽ പ്രദേശ് അങ്ങനെ അവധി കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് നഷ്ടം സഹിച്ചും അതിന് നടപടി എടുക്കണം. അതല്ലെങ്കിൽ നിങ്ങളെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. അയോധ്യ വിഷയത്തിൽ, ഇന്നത്തെ അവിടെയുള്ള ചടങ്ങുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഉന്നത അധികാര സമിതിയായ പ്രവർത്തക സമിതി കൃത്യമായ മറുപടി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ സ്റ്റാൻഡ് പറഞ്ഞിട്ടുണ്ട്. ആ സ്റ്റാൻഡിൽ നിന്ന് ഞങ്ങൾക്ക് യാതൊരു മാറ്റവുമില്ല. ആ സ്റ്റാൻഡിൽ തന്നെ ശരി, കോൺഗ്രസ് ആണ്. നമുക്ക് ഇപ്പൊ തൽക്കാലം ഇത് തന്നെ വിശ്വസിക്കാൻ സാധിക്കും. സ്റ്റാൻഡ് അവിടെ ഉണ്ടാകും, പക്ഷേ നടപടികൾ വേറെ വഴിക്ക് പോകും. അത് കോൺഗ്രസ് പാർട്ടിയുടെ കാര്യം അങ്ങനെയാണ്. അതിന് നിങ്ങൾക്ക് പ്രതികരിക്കാനുണ്ടെങ്കിൽ പ്രതികരിക്കാം. പക്ഷേ വിഷ്ണു പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ടല്ലോ. CPM അല്ല ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ കാഴ്ചയാണ് ഇന്ന് അയോധ്യയിൽ കണ്ടത് എന്ന്. അതെ, തീർച്ചയായിട്ടും അത്ഭുതപ്പെടുത്തുന്ന പ്രതികരണങ്ങളാണ് നമ്മുടെ രണ്ട് സഹപാനലിസ്റ്റുകളും. കോൺഗ്രസ് പ്രതിയുടെ ഏറ്റവും ഒടുവിലത്തെ ചില പ്രതികരണങ്ങളൊക്കെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു, ഞെട്ടിപ്പിച്ച് കളഞ്ഞു എന്ന് പറയേണ്ടതായി വരും. അദ്ദേഹം മന്നം ജയന്തിയോടാണ് ഹിമാചൽ പ്രദേശിലെ ഇതുമായി ബന്ധപ്പെട്ട പൂർണ്ണാവധിയെ സമീകരിച്ചത്. അത് യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ പ്രവർത്തകരെ മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നു നമ്മുടെ നാട്ടിൽ BJP അനുകൂലികളായിട്ടുള്ള അവരുടെ പ്രവർത്തകരെ പോലും ഞെട്ടിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇരിക്കട്ടെ, എന്തായാലും നമുക്ക് അതിന്റെ വിശദാംശത്തിലേക്ക് വരാം. അപ്പൊ ഇതിന്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞു, BJPയുടെ പ്രതിനിധിയായി നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന സഹപാനലിസ്റ്റ് പറഞ്ഞു, ഞങ്ങൾ CPIM അല്ല, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നുള്ളത്. CPIM അല്ല എന്നുള്ളത് കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത്? കേരളത്തിലെ ഇന്ത്യയിലെ CPM മതവിശ്വാസത്തിനെതിരെ നിൽക്കുന്ന മതവിരുദ്ധരുടെ സംഘമാണ്. ഞങ്ങളാണ് മതവിശ്വാസത്തിന്റെ അട്ടിപ്പേർ അവകാശികൾ. മതവിശ്വാസത്തിന്റെ ഹോൾസെയിൽ ഡീലർഷിപ്പ് ഞങ്ങളാണ്. ഞങ്ങൾ സർട്ടിഫിക്കറ്റ് നൽകും ആരൊക്കെയാണ് വിശ്വാസ സമൂഹത്തിന് ചേർന്ന് നിൽക്കുന്നത്, വിശ്വാസികളെ സഹായിക്കുന്നത് ആരൊക്കെയാണെന്ന് ഞങ്ങളുടെ ഓഫീസിൽ സർട്ടിഫിക്കറ്റ് നൽകും. അങ്ങനെയാണോ? അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഒന്നും നൽകേണ്ടതില്ല. അങ്ങനെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അത് നിങ്ങളുടെ കയ്യിൽ തന്നെ വെച്ചാൽ മതി. നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ ഇവിടെ ആരും ഉദ്ദേശിക്കുന്നുമില്ല. നിങ്ങൾ എന്താ മനസ്സിലാക്കിയിട്ടുള്ളത് CPIMനെ സംബന്ധിച്ച്? ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഒരു പേരുകാരനില്ലേ, അദ്ദേഹമായിരുന്നില്ലേ ദീർഘകാലയളവ് ഈ അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ മുഖ്യ കർമ്മിയായി, മുഖ്യ പുരോഹിതനായി എവിടെ ഉണ്ടായിരുന്നയാൾ? അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നത് ഇന്ത്യയിൽ RSS അല്ലേ? അദ്ദേഹം മതവിശ്വാസിയായിരുന്നില്ലേ? അദ്ദേഹം ഏത് മതവിശ്വാസത്തിൽപ്പെട്ടയാളായിരുന്നു? ഹിന്ദു മതവിശ്വാസത്തിൽപ്പെട്ടയാളായിരുന്നില്ലേ? അന്തസ്സുറ്റ മതവിശ്വാസ ജീവിതം നയിച്ചു എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ തന്നെ അന്തസ്സുള്ള ഹിന്ദുവിന്റെ ഇന്ത്യൻ പ്രതീകമായിരുന്നില്ലേ ബാബാ ലാൽദാസ്? എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ വെടിവെച്ച് കൊന്നത്? വർഗീയത എതിർത്തു. മതവിശ്വാസത്തിന്റെ അന്തസ്സുള്ള പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മികവാർന്ന നിലയിൽ ശ്രീരാമ ഭക്തനായി ജീവിച്ചു ഇന്ത്യയിൽ എന്നുള്ളത് കൊണ്ട്. എന്നാൽ ശ്രീരാമ ഭക്തനായി ജീവിക്കുക എന്ന ഒരേ സമയത്ത് തന്നെ RSSന്റെ വർഗീയ രാഷ്ട്രീയത്തെ എതിർത്തപ്പോഴോ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ വെടിവെച്ച് കൊന്നുകളഞ്ഞു. വെടിവെച്ച് കൊന്നുകളഞ്ഞതിന് ഇന്ത്യൻ ചരിത്രത്തിൽ പ്രസക്തമായ ഒരു അനുഭവമാണ്. കാരണം എന്താണ്? നിങ്ങൾ പലപ്പോഴും അത്തരം വിയോജിപ്പുകളെ വെടിവെച്ച് കൊന്നുകളഞ്ഞ് തന്നെയാണ് ശീലിച്ചിട്ടുള്ളത്. ആ വെടിവെപ്പ് ഏറ്റവും ഒടുവിൽ നമ്മൾ കേട്ടത് ഗൗരി ലങ്കേഷിന് നേർക്കാണ്. അവരും മതവിശ്വാസിയായിരുന്നു. ഏത് മതവിശ്വാസത്തിൽപ്പെട്ടയാളായിരുന്നു? ഹിന്ദു മതവിശ്വാസത്തോട് ചേർന്ന് പ്രവർത്തിച്ചയാളായിരുന്നു. പക്ഷെ പേരിലെ ഗൗരി നിങ്ങൾക്ക് പ്രശ്നമായിരുന്നില്ല, പേരിലെ ഹൈന്ദവ നാമം നിങ്ങൾക്ക് പ്രശ്നമായിരുന്നില്ല. വർഗീയതയോട് വിയോജിച്ചോ? ഞങ്ങൾ വെടിവെച്ച് കൊന്നുകളയും. അത് ഹിന്ദു ക്ഷേത്രത്തിലെ പുരോഹിതനാണോ, ഉന്നതനായ നിലയിൽ ജീവിച്ചിരുന്ന ശ്രീരാമധർമ്മം പുലർത്തിയിരുന്ന ബാബാ രാംദാസ് ആണോ? അതൊന്നും നിങ്ങൾക്ക് പ്രശ്നമല്ല. എന്നിട്ട് ഏറ്റവും കൂടുതൽ പറയുന്നത് എന്താണ്? ഗാന്ധിയെ കൂട്ടുപിടിച്ചിരിക്കുന്നു. എന്തിനാ ന്യായീകരിക്കാൻ? ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭീകരവാദ പ്രവർത്തനത്തെ ന്യായീകരിക്കാൻ മഹാത്മാഗാന്ധി RSS കൂട്ടുപിടിച്ചിരിക്കുന്നു. ഗാന്ധി ശ്രീരാമ ഭക്തനായിരുന്നു, സംശയം ഇതുമില്ല. ഗാന്ധി ഏറ്റവും ഒടുവിൽ ഉരുവിട്ട നാമം
ലോകങ്ങളെ മുഴുവൻ കീഴടക്കുമാറ് ഗാന്ധി ഉരുവിട്ട നാമം ശ്രീരാമന്റെ ഇത് തന്നെയായിരുന്നു, ഭഗവാൻ ശ്രീരാമന്റെ ഇത് തന്നെയായിരുന്നു, സംശയഭേദമില്ല. പക്ഷെ എന്താണ്, ഗാന്ധിയുടെ ശ്രീരാമനെയാണോ RSS പിൻപറ്റുന്നത്? ഗാന്ധിയെ വെടിവെച്ച് കൊന്നുകളഞ്ഞ ഗോഡ്സേക്കും ഒരു പക്ഷേ ശ്രീരാമ ഭക്തി ഉണ്ടായിരുന്നായിരിക്കാം. നിങ്ങൾ ഗോഡ്സയുടെ ഭക്തിയെ പിൻപറ്റുന്നവരാണ്. ഗാന്ധി ഒരു വേള അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിലെ തിളക്കമാർന്ന ഒരു അധ്യായമുണ്ട്. എന്താണ് പ്രത്യേകത? ഗാന്ധിയെ ജിന്നയും സംഘവും വന്ന് സന്ദർശിക്കുന്നുണ്ട് ഇന്ത്യയെ വിഭജിക്കണം എന്ന ആവശ്യവുമായി. ഇപ്പൊ ജിന്നയോട് കോപാകുലനായിക്കൊണ്ടാണ് ഗാന്ധി ചോദിക്കുന്നത് എന്തിനു വേണ്ടിയിട്ട്. അപ്പോ ജിന്ന പറയുന്ന മറുപടിയുണ്ട്, ഫോർ ദ സേക്ക് ഓഫ് അവർ റിലീജിയൻ, ഞങ്ങളുടെ മതവിശ്വാസത്തിന്റെ പൂർത്തീകരണത്തിന് ഞങ്ങൾക്കൊരു മതരാഷ്ട്രം വേണം, അതിന് ഞങ്ങൾക്കൊരു പാകിസ്ഥാൻ വേണം. അന്ന് ഗാന്ധി പറയുന്ന മറുപടി RSSന് പാരായണർക്കാണ്. കാരണം എന്താണ്? അന്ന് ഗാന്ധി പറയുന്നുണ്ട്, യു ആർ ഡൂയിങ് ഇർറിലീജിയസ് ഇൻ ദ നെയിം ഓഫ് റിലീജിയൻ. നിങ്ങൾ മതത്തെ ഉപയോഗിച്ച് മതവിരുദ്ധമായത് ചെയ്യുന്നവരാണ്, നിങ്ങൾക്ക് മതവുമായി ബന്ധമേതുമില്ല. ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. അതാണ് നിങ്ങൾക്കുള്ള മറുപടി. ഇപ്പോൾ ഈ ചർച്ചയിൽ വന്നിട്ട് ഇന്ത്യയെ വിഭജിക്കാനുള്ള നീക്കങ്ങൾ നടത്തി, ഇന്ത്യയെ തകർക്കാനുള്ള നീക്കങ്ങൾ നടത്തി, ഇന്ത്യൻ മതസൗഹാർദ്ദത്തെയും മതനിരപേക്ഷതയും അതിന്റെ അസ്ഥിവാരം തോണ്ടി ആളുകളെ കൊന്ന് നിരപരാധികളുടെ രക്തത്തിലൂടെ രഥയാത്ര നടത്തിയ നിങ്ങൾ ഇപ്പോഴെന്തോ വലിയ കർമ്മം ചെയ്തിട്ട് ഗാന്ധിയെ കൂട്ടുപിടിക്കാൻ വന്നിരിക്കുന്നു. മതവിശ്വാസത്തിന്റെ അട്ടിപ്പേർ അവകാശം നിങ്ങൾ ആവശ്യപ്പെടുന്നു അല്ലെ? നിങ്ങൾക്ക് മതവുമായി ബന്ധമില്ല. RSSന് മതവുമായി ബന്ധമില്ല. RSSും സംഘപരിവാരവും ഇന്ത്യയിൽ ലക്ഷണമൊത്ത മതവിരുദ്ധരുടെ സംഘമാണ്, മതവിരുദ്ധരുടെ സംഘം. അതാണ് ഗാന്ധി പറയുന്നത്, യു ആർ ഡൂയിങ് ഇർറിലീജിയസ് ഇൻ ദ നെയിം ഓഫ് റിലീജിയൻ എന്ന്. നിങ്ങൾക്ക് മതവിരുദ്ധരുടെ സ്വഭാവമാണുള്ളത്. എന്നിട്ട് നിങ്ങൾ CPIMനെ കുറ്റം പറയുന്നു അല്ലെ? അങ്ങ് നോക്കണം, കേരളത്തിൽ ഗുരുവായൂർ മുതൽ നീണ്ടു നടക്കുന്ന ക്ഷേത്രപ്രവേശന സമരങ്ങളുടെ പൂർവ്വകാലം എന്തായിരുന്നു എന്ന് ഓർക്കണം. ഈ ഗാന്ധിയെ കേരളത്തിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നില്ലേ? വൈക്കം ക്ഷേത്രത്തിന് പുറത്തുകൂടെ നടക്കാൻ വേണ്ടിയുള്ള അവകാശത്തിന് സമരം നടത്തിയപ്പോൾ ഗാന്ധിക്ക് നേരിടേണ്ട വന്ന പ്രതികരണം, ഇണ്ടംതുരുത്തി മനയിലെ സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ ആദിമ രൂപം ഉയർത്തിപ്പിടിച്ചിരുന്ന ആളുകളുടെ മനസ്സിൽ നിന്ന് വന്ന പ്രതികരണം നമ്മൾ ഓർക്കുന്നില്ലേ? ഗാന്ധിക്ക് പ്രവേശനം നിഷേധിച്ചിരുന്നു വൈക്കത്ത് ഇണ്ടംതുരുത്തി മനയിൽ, ഇല്ലേ? അതിനെതിരെ കൂടെയാണ് കേരളം സമരം ചെയ്ത് വിജയിപ്പിച്ചത്. ഇന്ന് ഗാന്ധിക്ക് പ്രവേശനം നിഷേധിച്ച ഇണ്ടംതുരുത്തി മനയുടെ മുകളിൽ ഉയർന്നു മാറുന്ന പതാക ചെത്തുതൊഴിലാളി യൂണിയന്റെ ചെമ്പതാകയാണ്. RSSന്റെ പ്രചാരകൻ മറക്കാൻ പാടില്ല. അവിടെ മുതൽ ഗുരുവായൂർ വരെ നീണ്ടു നിൽക്കുന്നുണ്ട് ക്ഷേത്രത്തിൽ പ്രവേശിക്കാനും പുറത്തുകൂടെ നടക്കാനും ഒക്കെ നടത്തപ്പെട്ടിട്ടുള്ള സമരങ്ങൾ. അതിനുവേണ്ടി മർദ്ദനമേറ്റ് വാങ്ങേണ്ട വന്നവർ ആരായിരുന്നു കേരളത്തിൽ? ഇന്ന് എല്ലാ ഹിന്ദുമത വിശ്വാസികളും, അങ്ങ് ഓർക്കുന്നില്ലേ, അങ്ങയുടെ പ്രധാനമന്ത്രി വന്ന് കഴിഞ്ഞ ദിവസം ഗുരുവായൂർ അമ്പലനടയിലൂടെ കയറി ഇറങ്ങി നടന്ന് സന്തോഷത്തോടു കൂടെ തിരികെ പോയില്ലേ? എല്ലാ മതവിശ്വാസികളും, എല്ലാ ഹിന്ദുമത വിശ്വാസികളും ഇന്ന് ഗുരുവായൂർ അമ്പലത്തിൽ സന്തോഷത്തോടു കൂടെ പ്രാർത്ഥിച്ച് ഉണ്ണിക്കണ്ണനെ തൊഴുത് മടങ്ങിപ്പോകുന്നില്ലേ? ആരോടാണ് നന്ദി പറയേണ്ടത്? ഇന്ത്യൻ പ്രധാനമന്ത്രിയോടോ RSSനോടോ? അല്ല, കേരളം നന്ദി പറയുന്നത് AK ഗോപാലനോടാണ്, P കൃഷ്ണപിള്ളയോടാണ്. കാരണം എന്താണ്? മതിൽ ചാടിക്കിടന്ന് മണിയടിച്ചപ്പോ അദ്ദേഹത്തെ അടിച്ച് നിലത്തിടാൻ നിങ്ങളുടെ രാഷ്ട്രീയ ആദർശം പിൻപറ്റുന്ന കുറെ ആളുകൾ വന്നിരുന്നു. അന്ന് കൃഷ്ണപിള്ള പറഞ്ഞ മറുപടി ഉണ്ട്. എന്തായിരുന്നു? ക്ഷേത്രത്തിനുള്ളിൽ അടിയേറ്റ് വാങ്ങേണ്ട വരുമ്പോൾ, സാധാരണക്കാർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ സമരം നടത്തേണ്ട വന്നപ്പോൾ, മർദ്ദനമേൽക്കേണ്ട വന്നപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണ്? നട്ടലുള്ള നായർ മണിയടിക്കും, ചിറുനക്കി നായർ പുറത്തടിക്കും എന്ന് പറഞ്ഞു. അത് മറക്കാൻ പാടില്ല. വളണ്ടിയർ സേനയെ സംഘടിപ്പിച്ചതിന്റെ പേരിൽ മർദ്ദനമേറ്റ് വാങ്ങേണ്ട വന്ന മനുഷ്യനാരാണ്? അദ്ദേഹത്തിന്റെ പേരാണ് AK ഗോപാലൻ. അവരൊക്കെ നടത്തിയ സമരങ്ങളുടെ തുടർച്ചയിലോ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ക്ഷേത്രപ്രവേശനം സാധ്യമായി. വൈക്കത്ത് ക്ഷേത്രത്തിലൂടെ വഴി നടക്കാൻ അവകാശം ലഭിച്ചു, പാര്യത്തിലൂടെ വഴി നടക്കാൻ അവകാശം ലഭിച്ചു. RSSനോടല്ല കേരളം നന്ദി പറയുന്നത്. ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയും സംഘവും വന്ന് സന്തോഷത്തോടുകൂടെ ഗുരുവായൂർ അമ്പലത്തിൽ വന്ന് ഉണ്ണിക്കണ്ണനെ തൊഴുത് മടങ്ങിപ്പോകുമ്പോൾ എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശിക്കാനും വഴി നടക്കാനുമുള്ള മണ്ണായി കേരളവും ഗുരുവായൂരും ഒക്കെ മാറിയതിന് പിന്നിൽ CPIMന്റെ ആദ്യകാല നേതാക്കന്മാരാണ്, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അമ്പലത്തെ തകർക്കാനോ ആരാധനാലയത്തെ ഇല്ലാതാക്കാനോ അല്ല ശ്രമിച്ചത്. ഏതു സാധാരണക്കാരനും വേർതിരിവുകൾക്ക് അതീതമായി തുല്യ അവകാശത്തോടുകൂടെ ദൈവങ്ങളെ കാണാനും ആരാധിക്കാനും ക്ഷേത്രത്തിൽ പോകാനും വഴി നടക്കാനും ഒക്കെയുള്ള സമരത്തിന്റെ മുമ്പിൽ നിന്നത് ഒരു സമുദായ പ്രസ്ഥാനം മറ്റാളുകളുമല്ല, കേരളത്തിലെ ഇടതുപക്ഷമായിരുന്നു. അങ്ങ് ഇതൊക്കെ മനസ്സിലാക്കണം. ശരി, BG വിഷ്ണു, താങ്കളിൽ നിന്ന് തന്നെ ഇപ്പോൾ ഇത് ലക്ഷ്യം തെരഞ്ഞെടുപ്പാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പ്രധാനമന്ത്രി അയോധ്യയിലൂടെ സ്വപ്നമൊക്കെ ആളുകൾക്ക് പൂവണിയിച്ച് കൊടുക്കുമ്പോൾ ഇത് BJPയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ്റെ ഉദ്ഘാടനം എന്നൊക്കെയാണ് നിങ്ങൾ വിമർശിക്കുന്നവർക്ക് ഇതിനെ പറയുന്നത്. അവിടെ രാഷ്ട്രീയമായ ചില ചോദ്യങ്ങൾ കൂടിയുണ്ട്. നിങ്ങൾ രാമനോട് പ്രധാനമന്ത്രി മാപ്പ് ചോദിക്കുന്നു, മണിപ്പൂരിലെ സ്ത്രീകളോട് എന്താണ് നിങ്ങളുടെ ഇതുവരെയുള്ള മാപ്പ് പറച്ചിൽ, എവിടെ വരെ എത്തി എന്ന ചോദ്യമൊക്കെ ഉണ്ട്. അല്ല, ഈ ജയ്ക്ക് പറഞ്ഞപ്പോൾ ഞാൻ പറയട്ടെ എന്ന് കരുതി. കേരളത്തിലെ നവോത്ഥാനത്തിൻ്റെ മൊത്തം കുത്തക എന്നു മുതലാണ് CPM നേതാക്കന്മാർക്കുള്ളത്. P കൃഷ്ണപിള്ള CPMൻ്റെ നേതാവ് തന്നെയാണ്, സംശയമൊന്നുമില്ല. P കൃഷ്ണപിള്ള ഗുരുവായൂർ സമരം നടത്തുമ്പോൾ അദ്ദേഹം CPMൻ്റെ നേതാവല്ലായിരുന്നു. അദ്ദേഹം ആദ്യമായി തുടങ്ങിയത് എന്ത് പ്രവർത്തനവുമാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവല്ലേ? അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വം എടുക്കുന്നതിന് മുമ്പാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തത്. ഈ രാജ്യത്ത്
പറയട്ടെ ഈ എന്ത് അല്ലല്ല വി ജി വിഷ്ണു താങ്കൾ പറയട്ടെ. എന്തൊക്കെയാണ് ഈ പറഞ്ഞത്? ഞാൻ കൃത്യമായി ഇതുപോലത്തെ- തന്നെയാണ് പറഞ്ഞത്. പറയട്ടെ, ഈ രാജ്യത്ത് ഹിന്ദി പ്രചാര സഭയുടെ പ്രചാരകനായി തന്നെയാണ് അദ്ദേഹം പ്രവർത്തനം ആരംഭിച്ചത്. ഇന്നിപ്പോൾ ഹിന്ദിയ ഭാഷയെ വിമർശിക്കുന്നു, ഇന്ത്യ വിമർശിക്കുന്നു, ഇവിടെ രാമനില്ല, വേറെന്തോ ആണ് ഗാന്ധിയുടെ സ്വപ്നമാണ് അയോധ്യയിൽ ഇന്ന് നടന്നതെന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ താങ്കൾ ഈ രാജ്യത്ത് ഈ രാമരാജ്യ കൃഷ്ണപിള്ളയുടെ സ്വപ്നം കൂടിയാണ് അയോധ്യയിൽ ഈ നടന്നതെന്ന് രാജ്യത്ത് കൂടി പറയുന്നു. രാമരാജ്യ സങ്കല്പവും സ്വപ്നം കണ്ടത് മഹാത്മാഗാന്ധിയാണ്. അദ്ദേഹമാണ് രാമരാജ്യത്തെ പറ്റി ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത്. ആ സ്വപ്നങ്ങൾ ഇന്ന് അദ്ദേഹത്തിന്റെ മാത്രം സ്വപ്നമല്ല, ഈ രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങളുടെ സ്വപ്നമാണ് ഇന്ന് പൂർത്തീകരിക്കുന്നത്. നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര അസ്വസ്ഥ? നിങ്ങളെല്ലാവരും പറയുന്നു ബാബറി ഉണ്ടായിരുന്നു. ഞാൻ പറയട്ടെ, അവിടെ ഉണ്ടായിരുന്ന അയോധ്യ ക്ഷേത്രം കാറ്റത്ത് പോയതോ മഴയത്ത് ഒലിച്ചു പോയതോ അല്ല. ബാബറി മസ്ജിദ് അവിടെ വന്നത് അവിടുത്തെ ക്ഷേത്രം തകർത്തുകൊണ്ട് തന്നെയാണ്. അന്ന് മുതൽ ഈ രാജ്യത്തെ ജനങ്ങൾ നിങ്ങൾ ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധിയല്ലേ വിഷ്ണു? ഈ ചർച്ചയാണോ നമ്മൾ ഇന്ന് കൊണ്ടുവരേണ്ടത്? സുപ്രീം കോടതിയിൽ തീർത്ത കാര്യമല്ലേ? സുപ്രീം കോടതിയിൽ പ്രതിയിലേക്കും പോയി. ഇന്ന് രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി എന്തിനാണ് അവിടെ പോയെന്ന ചോദ്യത്തിന് അതിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി ഇത്തരം ഉത്തരങ്ങൾ പറഞ്ഞതുകൊണ്ട് എന്താണ് കെ. മുഹമ്മദ് ഞാൻ യാഥാർത്ഥ്യം തന്നെയാണ് പറഞ്ഞത്. ഈ രാജ്യത്ത് രാമക്ഷേത്രം പണിയണമെന്നുള്ള അജണ്ട മുന്നോട്ട് വെച്ചത് ഭാരതീയ ജനതാ പാർട്ടി തന്നെയാണ്. അത് സുപ്രീം കോടതിയുടെ അനുമതി നേടിയെടുത്ത് ഇന്ന് രാജ്യത്ത് ലക്ഷ്യം പൂർത്തിയാകുമ്പോൾ ഇടതുപക്ഷത്തിനും ജിഹാദി ഗ്രൂപ്പുകൾക്കുമെല്ലാം വലിയ അസ്വസ്ഥയാണ്. കാരണം അവർക്ക് സഹിക്കാൻ കഴിയാത്തതിന്റെ കാരണം എന്താണെന്ന് ഞങ്ങൾക്കറിയാം. കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞു അത് ഹിമാചൽ പ്രദേശിലെ പ്രാദേശികമാണെന്ന്. ഹിമാചൽ പ്രദേശിന് മാത്രമല്ല, ഈ രാജ്യത്തെ 28 സംസ്ഥാനങ്ങളിലും ഈ രാജ്യത്തെ മതവിശ്വാസികൾ ആഗ്രഹിക്കുന്നത് അയോധ്യയിലെ രാമരാജ്യം തന്നെയാണ്. ചരിത്രം നമുക്ക് ഏവർക്കും അറിയാം. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അദ്ദേഹം പറയുന്നു മുമ്പ് ഏതോ ആരാധനാലയം പൊളിച്ചു കളഞ്ഞിട്ടാണ് പിന്നീട് ബാബറി പണിതത്, അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വിധി ഉണ്ടായിട്ടുള്ളത്. ഞാൻ പറയട്ടെ, ഇപ്പൊ നിലനിൽക്കുന്ന പല സ്ഥലങ്ങളിലും പല ആരാധനാലയങ്ങളെ സംബന്ധിച്ച്, പള്ളിയോ മോസ്കോ ക്ഷേത്രമോ ഏതുമാവട്ടെ, പല ആരാധനാലയങ്ങളുടെ മുൻപോകത്തെ സംബന്ധിച്ച് നമുക്ക് തർക്കം ഉണ്ടായിരിക്കാം. നിങ്ങളുടെ നിലപാട് എന്താണ്? ആ ആരാധനാലയമൊക്കെ പൊളിച്ചു കളയണമെന്നാണോ? അതിനൊക്കെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇടിച്ച് ദയവായി പറയൂ ജയ്ക്ക്. അതെ, അങ്ങ് പറഞ്ഞത് നന്നായി. അങ്ങനത്തെ പല തർക്കങ്ങളും കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ലേ? നിങ്ങൾ അർത്തുങ്കൽ പള്ളിയെ സംബന്ധിച്ച് നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു മാന്യൻ കുറച്ചു കാലം പുറകിൽ പറഞ്ഞത് എന്തായിരുന്നു? പള്ളി പൊളിച്ച് പണിയണമെന്നല്ലേ, പള്ളി പൊളിച്ച് കളയണമെന്നുള്ളതല്ലേ, അവിടെ മറ്റൊരു ആരാധനാലയമായിരുന്നു ഉണ്ടായിരുന്നു എന്നുള്ളതല്ലേ? നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും, സമാധാനമുള്ള എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾ ഇത്തരത്തിലുള്ള നരേറ്റീവുകളുമായി വരും. ഇപ്പോൾ മധുരയെ സംബന്ധിച്ച് നിങ്ങൾ ഇത്തരത്തിലൊരു നരേഷനുമായി വന്നു. എന്താ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞത്? കോടതിയുടെ വരാന്തയിലേക്ക് പോലും മേലാൽ ഈ കേസുമായിട്ട് വന്നു പോകരുതെന്ന് പറഞ്ഞില്ലേ? എന്നിട്ടോ അതിന്റെ ചരിത്രത്തെ വക്രീകരിക്കാൻ ശ്രമം നടക്കുന്നു. പണ്ട് നൂറ്റാണ്ടുകൾക്ക് പുറകിൽ, പതിറ്റാണ്ടുകൾക്ക് പുറകിൽ മറ്റേതോ ഒരു ആരാധനാലയം ഉണ്ടായിരുന്നു അത്രേ. ഇങ്ങനെ പച്ചക്കള്ളം പറഞ്ഞ് നാട്ടിൽ കലാപവും വർഗീയലകളെയും നടത്തി നിരപരാധികളെ കൊന്നൊടുക്കി അവരുടെ രക്തത്തിലൂടെ രഥയാത്ര നടത്തിയിട്ട് അധികാരത്തിൽ വരിക എന്നുള്ളത് മാത്രമല്ലേ നിങ്ങളുടെ ലക്ഷ്യം? നിങ്ങൾക്ക് മതവിശ്വാസം പ്രശ്നമാണോ? നിങ്ങൾക്ക് മതവിശ്വാസം നൽകുന്ന ആദർശങ്ങളും ആശയധാരയും പ്രശ്നമാണോ? നിങ്ങൾ മതവിശ്വാസികളുടെ ആളുകൾ മാത്രമല്ലല്ലോ, BJP രാജ്യത്തിന്റെ ഒരു പാർട്ടിയല്ലേ? അതെ, ഈ മതവിശ്വാസികൾ മാത്രമല്ലല്ലോ നിങ്ങൾ നോക്കേണ്ടത്. ശരി, ജയിക്ക് അത് പറഞ്ഞ് പൂർത്തിയാക്കൂ ദയവായി. അതെ, അതായത് നിങ്ങൾ ഒരു കാലയളവിലും ഏതെങ്കിലും ഒരു വിശ്വാസ സംഹിതയോടോ ആശയധാരയോടോ പ്രത്യേകമായ മമതയും അന്തസ്സുറ്റ കൂറും പുലർത്തുന്നവരെ ആയിരുന്നില്ല. നിങ്ങളുടെ ലക്ഷ്യം വർഗീയ കലാപം ഉണ്ടാക്കുക, ലഹള നടത്തുക, നിരപരാധികളെ കൊന്നൊടുക്കുക, വെറുപ്പിന്റെ രാഷ്ട്രീയത്തെ സൃഷ്ടിക്കുക, അതുവഴി രാജ്യത്തെ തന്നെ ശിഥിലീകരിക്കുക. നിങ്ങൾ അതിന്റെ മറവിൽ അധികാരത്തിൽ എല്ലാ കാലവും തുടരാൻ വെറുപ്പിന്റെ രാഷ്ട്രീയം നൽകിക്കൊണ്ട് BJPയുടെ ലക്ഷ്യം അയോധ്യയിൽ രാമക്ഷേത്രം പണിത് അവിടെ ഒരു സമാധാനം ഉണ്ടാക്കുക എന്നുള്ളതൊന്നുമല്ല. അവിടെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിക്കുക, ഈ തെരഞ്ഞെടുപ്പിലൂടെ വലിയ വോട്ട് ബാങ്കിനെ തങ്ങൾക്ക് അനുകൂലമാക്കുക, ഇതാണ് നിജേഷ് BJPയുടെ ലക്ഷ്യമെന്ന് തെളിയുകയാണ്. എന്താണ് കോൺഗ്രസ് ഇതിനെ എങ്ങനെയാണ് നേരിടാൻ പോകുന്നത്? അല്ല, ഇത് 100% ഉറപ്പല്ലേ? ഈ ഫെബ്രുവരി 10-ാം തീയതി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിന് തൊട്ട് മുമ്പ് പണിതീരാത്ത ഒരു അമ്പലം എങ്ങനെയെങ്കിലും തുറന്നു കൊടുത്ത് ഇതാണ് മഹാസംഭവം എന്ന് പറയേണ്ടത്. നമ്മൾ അതിനപ്പുറത്തേക്കുള്ള രാഷ്ട്രീയമാണ് കാണുന്നത്. നമ്മൾക്കറിയാം, റഷ്യ ഉക്രൈനിൽ യുദ്ധം ചെയ്ത് പാവപ്പെട്ടവനെ കൊല്ലുന്ന സമയത്ത് 30% എണ്ണ അവരോട് വാങ്ങി അവിടെ യുദ്ധത്തിന് കളമൊരുക്കിയ നരേന്ദ്രമോദി.
അങ്ങപ്പുറത്ത് ഇസ്രായേലിനെ പാലസ്തീനിലെ പാവപ്പെട്ടവനെ കൊല്ലുമ്പോൾ അവർക്ക് വേണ്ടി അനുകൂലിച്ച നരേന്ദ്രമോദി മണിപ്പൂരിലെ 400 ചില്ലാനം പള്ളി തകർത്ത് ആയിരക്കണക്കിന് ആളുകളെ കൊന്ന് അവരുടെ ശവശരീരം പോലും 6 മാസക്കാലം ഒന്നും ചെയ്യാതിട്ട് ഫ്രീസറിൽ വെച്ച അതിനുവേണ്ടി നിന്ന് അവിടേക്കൊന്ന് തിരിഞ്ഞു നോക്കാത്ത നരേന്ദ്രമോദി ഇപ്പോൾ ഇവിടെ വന്ന് വലിയ കൊട്ടിഘോഷിക്കുന്ന സമയത്ത് അദ്ദേഹം കൊന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ മതേതരത്വത്തിനെയാണ്. അതിനെ ഞാൻ അതുകൊണ്ടാണ് ഇത് പറഞ്ഞുകൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് കാശ്മീരിൽ വംശഹത്യ നടത്തിയതൊക്കെ നിങ്ങളാണ്. നിങ്ങൾ എന്താ അതിന് ഉത്തരം പറയാത്തത്? വിഷ്ണു, ആരെങ്കിലും സംഘപരിവാർ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ വെച്ച കുറെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലെ സാധനം വന്ന് ദയവ് ഇത് കാശ്മീരിൽ ആരുടെ കാലഘട്ടത്തിലാണ് വംശീയ ഹത്യകൾ അരങ്ങേറിയത്? എന്തിനു വേണ്ടിയാണ് കാശ്മീരി പണ്ഡിറ്റുകൾ കാശ്മീരിൽ രാജഗോപാൽ, ഞാൻ താങ്കളുടെ ചർച്ച അവസാനിപ്പിക്കുകയാണ്. എന്തായാലും ഈ ഒരു തർക്കം അത് ഒരുപക്ഷെ കോൺഗ്രസ് പറയുന്നത് BJPയുടെ ശബ്ദത്തിലൂടെ ഓവർലാപ്പ് ചെയ്തു പോകും. ഇത് സമൂഹത്തിൽ നടക്കുന്നതിൻ്റെ ഒരു പരിച്ഛേദമാണ് നമ്മുടെ ചർച്ചയിലും കേൾക്കുന്നത്. തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംഭവിക്കും. CPM പറയുന്നത് നമ്മൾ കേട്ടു എന്താണെന്നുള്ളത്. ഇന്നത്തെ ദിവസം കണ്ട കാഴ്ച ത്രേതായുഗത്തിലെ കാഴ്ചയാണ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആ യുഗം പോലും നമുക്ക് എവിടെയും ചൂണ്ടിക്കാട്ടാൻ പോലും അനുഭവിച്ച ആരെയും കണ്ടെത്താനോ ഒന്നുമില്ല. അങ്ങനെയുള്ള പുസ്തകങ്ങളും ഗവേഷണമൊന്നുമില്ല. പക്ഷേ രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ BJP അവതരിപ്പിക്കാൻ പോകുന്നത് ഈ അനുഭവങ്ങളെയൊക്കെ ശരിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇനി അതിനുള്ള ശക്തിയാണ്, ഊർജമാണ്, പുതിയ സൂര്യോദയമാണ് അയോധ്യയിലൂടെ ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത്. അതിനെ നേരിടാൻ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾക്ക് എന്തൊക്കെ വേണം ഇനി ആയുധങ്ങളായി? അല്ല, തീർച്ചയായിട്ടും ഇന്നത്തെ ഏറ്റവും വലിയ പ്രഖ്യാപനം ഹിന്ദു ഫസ്റ്റ് എന്നുള്ള അത് തന്നെയാണ് നരേന്ദ്രമോദി മോഹൻ ഭഗവത്തിനെ അടുത്തിരുത്തി അദ്ദേഹം മുഖ്യ കാർമ്മികത്വം വെച്ച് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്ന ഹിന്ദു ഫസ്റ്റ്. ഇന്ത്യയിൽ ജീവിക്കണമെങ്കിൽ ഹിന്ദു ഫസ്റ്റ് എന്നുള്ളതാണ്. ഈ ഹിന്ദു ഫസ്റ്റിൽ നിന്നും ഒള്ളി ഹിന്ദുസ് എന്നുള്ളത് അധികം ദൂരമൊന്നുമില്ല. അപ്പോൾ പ്രതിപക്ഷം ഈ നരേന്ദ്രമോദിയും ഭഗവത്തും ഇരിക്കുന്ന ഫ്രെയിമിന് അപ്പുറത്ത് മറ്റൊരു ഫ്രെയിമിൽ അവർക്ക് ഒരുമിച്ച് കൈകോർത്ത് തന്ന് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സാക്രിഫൈസ് ചെയ്ത് സീറ്റ് വേണ്ട രീതിയിൽ അങ്ങോട്ട് കിട്ടും, മാന്യമായ രീതിയിൽ അങ്ങോട്ടും ട്രീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇന്ത്യ പോകുന്നത് അങ്ങോട്ടേക്ക് തന്നെയാണ്. ആ ഒരു ചരിത്ര ദൗത്യം പ്രതിപക്ഷത്തിനുണ്ട്. ഈ ഒരു മോഹൻ ഭഗവത്തിൻ്റെയും നരേന്ദ്രമോദി അതൊരു ഗോൾഡൻ ഫ്രെയിമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് ഈ പ്രതിപക്ഷത്തിന് കിട്ടിയിരിക്കുന്നത്. അത് വേണ്ട വിധം ഉപയോഗിക്കുക. തിരിച്ച് അത് ഈ ഫ്രെയിമിന് നിങ്ങൾക്ക് എന്താണ് മറുപടി പറയാനുള്ളതെന്ന് രാജ്യത്തെ കാണിക്കുക എന്നുള്ള കടമ പ്രതിപക്ഷത്തിനുണ്ട്. ശരി, എന്തായാലും നമ്മുടെ രാജ്യം സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആണെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. നമ്മുടെ ഭരണഘടന അത് വാഗ്ദാനം ചെയ്യുകയും ആണ് ചെയ്യുന്നത്. അതാണ് ഇപ്പോഴും നമ്മൾ കാണാതെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രാത്രിയിലും കുട്ടികൾ കാണാതെ പഠിക്കുന്നത് അതുതന്നെയാണ്. പക്ഷേ ഇന്ന് രാജ്യം കണ്ട കാഴ്ച, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഒരു ഭാഗത്തിന് വേണ്ടി മാത്രം അവരുടെ അമ്പലത്തിനകത്ത് നിന്ന് ശ്രീകോവിലിൽ നിവേദ്യമർപ്പിക്കുകയും അത് ഏറ്റുവാങ്ങുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച, പ്രാണപ്രതിഷ്ഠയുടെ ഭാഗമാകുന്ന യജമാനനായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു. അത് അദ്ദേഹത്തിൻ്റെ വിശ്വാസമായി അവതരിപ്പിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ഇതാണ് രാജ്യത്തിൻ്റെ സ്വപ്നം, രാജ്യത്തിൻ്റെ ആവശ്യം. ഈ യുഗമാണ് നമ്മൾ സ്വപ്നം കണ്ടത്, ത്രേതായുഗമാണ് നമ്മൾ സ്വപ്നം കണ്ടത്, അതിലേക്ക് പോകുന്നത് പോലെ എന്നൊക്കെ ഭരണാധികാരികൾ ഇങ്ങനെ ഉറക്കെ വിളിച്ചു പറയുന്നൊരു ഇന്ത്യ, ഇത് ഒരുപക്ഷെ സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് ഇപ്പോഴും പലർക്കും മനസ്സിലാക്കാൻ ആയിട്ടില്ല. എന്തായാലും തെരഞ്ഞെടുപ്പിലൂടെ ജനം ഇതിന് മറുപടി കൊടുക്കും എന്ന് മാത്രം നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന് ജിക്സി തോമസ്, നിജേഷ് അരവിന്ദ്, അഡ്വക്കേറ്റ് BG വിഷ്ണു, R രാജഗോപാൽ. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.